സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പഠിക്കാനും അത് പിന്തുടരാനും അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കാനും ശ്രമിക്കണമെന്ന് ആമുഖമായി ഞാൻ നിങ്ങളോട് ഉപദേശിക്കാം. സൂറത്ത് യൂസുഫാണ് ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത്. സൂറത്ത് യൂസുഫിലെ ആദ്യത്തെ ഏതാനും വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. ഇന്ന് നമ്മൾ യൂസുഫിൻ്റെ ചരിത്രമെന്ന് കേട്ടാൽ, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതാണ്, യൂസുഫിൻ്റെ ചരിത്രം ഇന്ന് ഏകദേശം ബൈബിൾ കഥയുടെ ഒരു പിന്തുടർച്ച മാത്രമാണ് ഇന്ന് യൂസുഫിൻ്റെ ചരിത്രം. അദ്ദേഹത്തിൻ്റെ രാജ്യം വിട്ടു പോക്കും, സഹോദരന്മാർ കൊല്ലാൻ കൊണ്ടുപോയതും, ഒരു കിണറ്റിലിട്ടതും, അവിടെ നിന്ന് യാത്രാസംഘം കൊണ്ടുപോയി മിസ്രിൽ കൊണ്ടുപോയി വിറ്റതും, അവിടെ ഒരു രാജാവിൻ്റെ വീട്ടിൽ താമസിച്ചതും, അവിടെ നിന്ന് രാജാവിൻ്റെ ഭാര്യ യൂസുഫിനെ കയറി പിടിച്ചതും, യൂസുഫിനോട് സ്ത്രീകളുടെ മുന്നിലൂടെ സൗന്ദര്യം കാണിച്ച് നടക്കാൻ പറഞ്ഞപ്പോൾ നടന്നതും, ജയിലിലടക്കപ്പെട്ടതും, ജയിലിൽ നിന്ന് 2 ജയിൽ പുള്ളികളുടെ സ്വപ്ന വ്യാഖ്യാനം വിശദീകരിച്ചു കൊടുത്തതും, ഇതൊക്കെയാണ് ഇന്നത്തെ യൂസുഫിൻ്റെ ചരിത്രം. മൊത്തത്തിൽ യൂസുഫിൻ്റെ ചരിത്രം എന്ന് കേട്ടാൽ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരിക. പക്ഷേ ഖുർആൻ പറയുന്ന യൂസുഫിൻ്റെ ചരിത്രം ഈ പറയുന്ന സംഭവങ്ങളൊന്നുമല്ല. അതിലെ ചില സംഗതികളൊക്കെ ഞാൻ നിങ്ങളോട് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുപ്പായം എന്ന് പറഞ്ഞാൽ കുപ്പായമല്ല. സ്ത്രീ എന്ന് പറയുന്നത് അവളുടെ രാജാവിൻ്റെ ഭാര്യയല്ല. പിന്നിൽ നിന്ന് കീറി എന്ന് പറയുന്നത് യൂസുഫിൻ്റെ ഷർട്ടല്ല. യൂസുഫ് സ്ത്രീകളുടെ മുന്നിലൂടെ നടന്നു, സൗന്ദര്യം പ്രദർശിപ്പിച്ച് നടന്നു എന്ന് പറയുന്ന സംഭവം അതല്ല. അതൊക്കെ സൂക്ഷ്മമായി ഒരു തലക്കന്ന് ഒരു തല വരെ ഈ അധ്യായം വിശദീകരിക്കുമ്പോൾ ആ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് എൻ്റെ സഹോദരങ്ങളായി നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഖുർആൻ കൊണ്ട് വായിക്കണം എന്ന് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്. ഖുർആൻ കൊണ്ട് വായിക്കുമ്പോഴേ ഖുർആനിക ആശയം മനസ്സിലാവുകയുള്ളൂ. അത് ഞാൻ കഴിഞ്ഞ എൻ്റെ 2-3 ആഴ്ച മുമ്പ് ഞാൻ ഇവിടെ വന്നപ്പോൾ പറയണ്ടായി. വാതിലുകൾ അടച്ചു എന്ന് പറയുമ്പോൾ വാതിലുകൾ അടച്ചു എന്നേ നമ്മുടെ സമൂഹം മനസ്സിലാക്കുള്ളൂ. തൻ്റെ മുന്നിലുള്ള വാതിലുകളൊക്കെ കൊട്ടിയടക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ മാർഗനിർദ്ദേശങ്ങൾ, അയാളുടെ മുമ്പിൽ വെക്കുന്ന മാർഗനിർദ്ദേശങ്ങളാണ് കൊട്ടിയടക്കപ്പെടുന്നത്. വഴികൾ അടയാണ് ചെയ്യുന്നത്. തൻ്റെ മുന്നിലുള്ള വഴികളൊക്കെ അടയാണ് ചെയ്യുന്നത്. അത് ഞാൻ സൂചിപ്പിച്ചല്ലോ. യൂസഫ് ഓരോ വാതിലുകൾ അടക്കുമ്പോഴും ഇവർ പറയുന്ന വാതിലാണെങ്കിൽ 1ാമത്തെ വാതിലടക്കുമ്പോൾ തന്നെ യൂസഫിനോട് ചോദിക്കണം, ആ സ്ത്രീയോട്, നീ എന്തിനാ വാതിലടക്കണം? ശരിക്കും മാന്യനായ ഒരു പ്രവാചകനായ സത്യസന്ധനായ ഒരു മനുഷ്യനാണെങ്കിൽ ഒരു വാതിലടക്കുമ്പോൾ തന്നെ ചോദിക്കണം ആ സ്ത്രീയോട്, നീ എന്തിനാണ് വാതിലടക്കണം? ഇത് ഓരോ വാതിലുകളും അടക്കുമ്പോഴും മൂപ്പര് നോക്കിയിരിക്കുക. അപ്പൊ വാതിലുകൾ എന്ന് പറയുന്നത് വാതിലുകളല്ല, അദ്ദേഹത്തിന്റെ മുന്നിലുള്ള വഴികളാണ് അടയ്ക്കപ്പെടുന്നത്. വദഖുലുൽ ബാബ സുജ്ജദൻ എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഒരേ വാതിലിലൂടെ പ്രവേശിക്കണമെന്ന് പറയുന്നുണ്ട്. പിതാവ് ഉപദേശിക്കുന്നുണ്ട്. അതൊക്കെ ഒരേ വാതിൽ കൂടി, എല്ലാവരും ഒരു ഡോറിൽ കൂടി പോകണമെന്നല്ല, എല്ലാവരും ഒരു മാർഗനിർദ്ദേശത്തിലൂടെ ആയിരിക്കണം പോകണമെന്നുള്ളതാണ്. അവിടെയൊക്കെ വിശദീകരിച്ച് അവസാനത്തേക്ക് എത്തുമ്പോഴാണ് ഈ യൂസഫിന്റെ ചരിത്രം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെടും. സത്യത്തിൽ ഉന്നതമായ ഒരു മൂല്യം, ഉന്നതമായ ഒരു ആശയത്തെ കൊണ്ടുപോയി ഒരു പ്രേമ കഥയാക്കി മാറ്റിമറിച്ചു. അത് ബൈബിളിന്റെ കഥ അതേ കോപ്പി അടിച്ചതാണ് മുസ്ലിങ്ങൾ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ബൈബിളിയൻ കഥകളാണ് ഇസ്ലാമിന്റെ ചരിത്രങ്ങളൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെയാണ് 3000-ലധികം ആയത്തുകൾക്ക് ഇന്ന് പ്രസക്തിയില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചത്. 3000-ലധികം വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾക്ക് ഇന്ന് പ്രസക്തിയില്ല. ഇത് ആ ആയത്തുകൾ ഇന്ന് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഒരു പ്രയോജനവും ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, തീയിൽ ചാടാൻ ഇന്ന് നമുക്ക് കഴിയില്ല. ഇബ്രാഹിം തീയിൽ ചാടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് തീയിൽ ചാടാൻ കഴിയില്ല. തീയിൽ ചാടിയാൽ നമ്മൾ രക്ഷപ്പെടില്ല. അപ്പോൾ ആ ആയത്തിനൊന്നും പ്രസക്തിയില്ല. ആ ആയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു മാർഗവും ഒരു മാർഗനിർദ്ദേശവും നമ്മുടെ ജീവിതത്തിൽ ആ വചനം കൊണ്ട് ഇനി കിട്ടാനില്ല. നേരെ മറിച്ച് ഞാൻ സൂചിപ്പിച്ചു, അഗ്നി പരീക്ഷണങ്ങളിലൂടെ നടന്നു നീങ്ങിയ ഒരു പ്രവാചകന്റെ ചരിത്രമാണ്
ആ അഗ്നിയാണ് നമ്മുടെ മുമ്പിൽ തുറന്നു തരുന്നതെങ്കിൽ, അതിൻ്റെ ബുദ്ധിപരമായ ആശയപരമായ വ്യാഖ്യാനമാണ് വ്യാഖ്യാനിക്കുന്നതെങ്കിൽ, ഇന്ന് നമുക്ക് ആ വചനം നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാവും. അഗ്നി പരീക്ഷണങ്ങളെ മുഴുവൻ നേരിട്ട് അതിനെയൊക്കെ ജയിച്ച് മുന്നോട്ട് പോയ ഇബ്രാഹിമിന്റെ ചരിത്രമാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ അഗ്നി പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ, പ്രതിസന്ധികൾ നേരിടുമ്പോൾ, പ്രയാസങ്ങൾ നേരിടുമ്പോൾ അതിനെയൊക്കെ വളരെ കൂളായി, വളരെ ശാന്തമായി, സമാധാനത്തോടുകൂടി ആ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം നമുക്ക് ആ വചനം നമ്മുടെ ജീവിതത്തിൽ വഴികാട്ടിയാവും. അപ്പോൾ ആ വചനം നമ്മുടെ ജീവിതത്തിൽ വഴികാട്ടിയാവും. അതാ ഞാൻ പറയുന്നത്, ഇന്നത്തെ ഇന്റർപ്രിട്ടേഷൻ, ഇന്നത്തെ വ്യാഖ്യാനം വെച്ച് നോക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർആനിലെ പകുതിയിലധികം ആയത്തുകൾക്ക് ഇന്ന് പ്രസക്തിയില്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം, ഞാൻ ഒരിക്കൽ പറഞ്ഞല്ലോ, നമ്മുടെ കുട്ടിയെ നമുക്ക് സ്വപ്നം കണ്ടതിന്റെ പേരിൽ അറുക്കാൻ കഴിയില്ല. രാത്രി ഞാൻ എൻ്റെ കുട്ടിയെ അറുക്കുന്നത് കിനാവ് കണ്ടു. രാവിലെ വിളിച്ചിട്ട് എൻ്റെ മോനെയും വിളിച്ചിട്ട് ഒരു കത്തി എടുത്തിട്ട് കയറെടുത്തിട്ട് മലയിലേക്ക് പോയി എൻ്റെ മോനെ അറുക്കാൻ കഴിയില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ആ ആയത്ത് പ്രസക്തമല്ല. അതാ ഞാൻ പറയുന്നത്, ഇന്നത്തെ വ്യാഖ്യാനം വെച്ച് ഖുർആൻ വായിക്കുകയാണെങ്കിൽ ഖുർആനിലെ പകുതിയിലധികം വരുന്ന വചനങ്ങൾക്ക് പ്രസക്തിയില്ല, അതിൻ്റെ പ്രായോഗികതയില്ല, അതിൻ്റെ ആവശ്യമില്ല. അത് കെട്ടുകഥകളും മുത്തശ്ശി കഥകളും ഊഹങ്ങളും മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു കഥകളാണ് എന്നുള്ളത് മുഴുവൻ. എല്ലാ ചരിത്രവും അങ്ങനെ തന്നെയാണ്. യൂസഫിന്റെ ചരിത്രം പറഞ്ഞ ശേഷം ബാക്കിയുള്ള ചരിത്രങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ അധ്യായം കഴിയട്ടെ. ഈ അധ്യായം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം യൂസഫ് എന്തൊരു വിപ്ലവമാണ് ആ സമൂഹത്തിൽ നയിച്ചിട്ടുള്ളത് എന്നും, യൂസഫിന്റെ കുപ്പായം കീറിയത് എന്താണ് എന്നുള്ളതും, അദ്ദേഹത്തിന്റെ രാജ്യത്ത് നിന്ന് അദ്ദേഹത്തെ ആട്ടിയോടിക്കപ്പെട്ടതാണോ എന്നുള്ളതും ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ യൂസഫിന്റെ നാട്ടിൽ നിന്ന് ആട്ടിയോടിച്ചതല്ല, അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ആ രാജ്യത്തെ വിട്ടതാണ്. അതാ ഖുർആൻ പറയുന്നത്, ഇന്നീ തറക്തു മില്ലത്തെ ഖൗമീന പറയുന്ന ഖുർആൻ, ഞാൻ എൻ്റെ സമൂഹത്തിന്റെ മില്ലത്ത് ഞാൻ ഒഴിവാക്കി പോകുക എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്നത്തെ ചരിത്രത്തിൽ അതല്ല. ഇന്നത്തെ ചരിത്രത്തിൽ കുട്ടിയായിരിക്കുന്ന യൂസഫിനെ ആ രാജ്യത്ത് നിന്ന് ആട്ടിപ്പറഞ്ഞയക്കുന്ന സഹോദരന്മാരെ ആട്ടിപ്പറഞ്ഞയക്കുന്ന ഒരു ചരിത്രമാണ് ഇന്നത്തെ യൂസഫിന്റെ ചരിത്രത്തിലെന്ന്. പക്ഷേ ഖുർആൻ പറയുന്നത് ഇന്നീ തറക്തു മില്ലത്തെ ഖൗമീന, എന്റെ ജനതയുടെ മില്ലത്തിനെ ഞാൻ ഒഴിവാക്കി അദ്ദേഹം പോകുന്ന ചരിത്രമാണ് ഖുർആൻ യൂസഫിന്റെ ചരിത്രം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പൊ വളരെ വ്യക്തമായ ഒരു വ്യത്യാസമാണ്, വളരെ വ്യക്തമായ ഒരു വേർതിരിവാണ് ഖുർആനിന്റെ ചരിത്രവും ഇന്ന് നിലവിലുള്ള ചരിത്രവും തമ്മിൽ ഉള്ളത് എന്നാണ് എനിക്ക് ആമുഖമായി എൻ്റെ സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഇനി ഈ വിഷയത്തിലേക്ക് വരാം. അലിഫ് ലാം റ, അത് ഞാൻ പറഞ്ഞല്ലോ കേവലാക്ഷരങ്ങളാണ്. അപ്പൊ ഈ അടുത്ത് ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയി, അവിടെ അലിഫ് ലാം മീം ഇഖ്റഉ ലൗഹുൽ മഹ്ഫൂദ് DNA കോഡ് വായിക്കാനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ പിള്ളേർ സുഹൃത്തിനോട് പറഞ്ഞു, നമ്മളെ മാസികയിൽ വല്ല ഒഴിവുണ്ടോയെന്ന് ചോദിച്ചു. കാരണം ഈ 28 അധ്യായങ്ങളുടെ തുടക്കത്തിൽ ഇങ്ങനെ തുടങ്ങുന്ന കേവലാക്ഷരങ്ങളെ മുഴുവൻ ഇങ്ങനെ വിശദീകരിക്കാൻ പറ്റുന്ന ഒരു വ്യാഖ്യാനം അദ്ദേഹം പറയുകയാണെങ്കിൽ അതെടുക്കാം. അലിഫ്ലാമിക്ക് ഇഖ്റ ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അലിഫ്ലാം റാക്കണ്ട, അത് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടില്ല. അലിഫ്ലാം മീൻ സ്വാധീനന്താ, അത് നിങ്ങൾ അവിടേക്ക് എത്തിയിട്ടില്ല. എന്നാൽ ഈ എത്തിയ ആളുകൾക്ക് അറിയോ? അതുമില്ല. ഒന്നാമത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞല്ലോ, ഖുർആനിൽ അങ്ങനെ അൽ ലൗഹുൽ മഹ്ഫൂദ് എന്ന ഒരു വേർഡ് എൻ്റെ ഖുർആനിലില്ല. അൽ ലൗഹുൽ മഹ്ഫൂദ് എന്നുള്ള ഒരു പദം ഖുർആനിലില്ല. ഞാൻ എൻ്റെ പല ക്ലാസ്സുകളിലും സൂചിപ്പിച്ചിട്ടുണ്ട്. വെറും ലൗഹുൽ മഹ്ഫൂദ് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് വസ്സമായിൽ അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ കഥ പറഞ്ഞ ശേഷം ഈ കഥ ബൽഹുവ ഖുർആനും മജീദ്, ഇത് മഹത്വമേറിയ ഒരു വായനയാണ്. എവിടെയുണ്ട് ഈ അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ കഥ? ഫീ ലൗഹിൻ മഹ്ഫൂദ്, സംരക്ഷിക്കപ്പെട്ടു പോരുന്ന, ഇവരുടെ കയ്യിൽ സംരക്ഷിച്ചു പോരുന്ന ആ പലകത്തിലുണ്ട്, ആ പലകയിലുണ്ട് ഈ കഥ എന്നാണ് പറഞ്ഞത്. ഇവർ പറയുന്ന അള്ളാഹുവിന്റെ അർശിന്റെ സൈഡിൽ വെച്ച ഒരു ലൗഹുൽ മഹ്ഫൂദിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അത് അങ്ങനത്തെ ഒരു ലൗഹുൽ മഹ്ഫൂദോ അങ്ങനത്തെ ഒരു അള്ളാഹുവിന്റെ സിംഹാസനമോ, അള്ളാഹു 7ാം ആകാശത്തിൽ ഇരിക്കുകയോ അവിടെ അവന്റെ തൊട്ടടുത്ത ഒരു സിംഹാസനമോ എന്ന് പറയുന്ന ഖുർആനിൽ അങ്ങനത്തെ ഒരു പദം തന്നെ ഇല്ല. നിങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ മതി ഉണ്ടോന്ന്. ഒരു സ്ഥലത്ത് ഫീ ലൗഹിൻ മഹ്ഫൂദ് എന്ന് വസ്സമായിൽ പറയുന്നുണ്ട്, വസ്സമായി ദാത്തിൽ ബുറൂജിൽ. അത് ഈ അസ്ഹാബുൽ ഉഖ്ദൂദ് എന്ന് പറയുന്ന അഗ്നിയിലേക്ക് എറിയപ്പെട്ട ഒരു സമൂഹത്തിന്റെ, നാശത്തിലേക്ക് എറിയപ്പെട്ട ഒരു സമൂഹത്തിന്റെ കഥ പറഞ്ഞു പോരുന്നതിനിടയിൽ ഈ കഥ എവിടെയുണ്ട്? ഫീൽ ബൽഹുവ ഖുർആനും മജീദ്, ഇത് മഹത്വമേറിയ ഒരു വായനയാണ്, ഇത് മഹത്വമേറിയ ഒരു ഖുർആനാണ്, മജീദായ ഒരു ഖുർആനാണ്, വായനയാണിത്. ഈ വായന എവിടെയുണ്ട്? ഫീ ലൗഹിൻ മഹ്ഫൂദ്, സംരക്ഷിച്ചു പോരുന്ന ജൂത ക്രൈസ്തവരൊക്കെ സംരക്ഷിച്ചു പോരുന്ന അവരുടെ പലകയിലുണ്ട് ഈ കഥ എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ലൗഹുൽ മഹ്ഫൂദും, പിന്നെ അവര് സംരക്ഷിച്ചു പോരുന്ന പലകകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൗഹും, ഇങ്ങനത്തെ ഒരു
ലൗഹിനെ കുറിച്ചും അല്ലാതെ അല്ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ സൈഡിൽ ഓരത്തിലിരിക്കുന്ന ഒരു സിംഹാസനത്തെക്കുറിച്ചോ ഒരു പലകയെക്കുറിച്ചോ ഹദീസുകളിലല്ലാതെ ഖുർആനിൽ എവിടെയുമില്ല. അങ്ങനെ അള്ളാഹു ഒരിടത്ത് ഇരിക്കുമല്ല, അങ്ങനെ അള്ളാഹു ഇടക്കിടക്ക് ഇറങ്ങി വരുമല്ല. അതൊക്കെ ഹദീസിന്റെ വ്യാഖ്യാനങ്ങളാണ്. അതിന്റെ പിന്നാലൊന്നും നമ്മൾ പോകേണ്ടതില്ല. എന്നിട്ട് പറയാം തിൽക ആയാത്തിൽ കിതാബിൽ മുബീൻ. ഞാൻ പറഞ്ഞത് എന്താണെന്ന്, ഈ 28 അധ്യായങ്ങളുടെ തുടക്കത്തിൽ ഇങ്ങനത്തെ കേവലാക്ഷരങ്ങൾ പറഞ്ഞ ശേഷം അവന്റെ വചനങ്ങളെ കുറിച്ചാണ് പിന്നെ പറയുന്നത്. അത് 28 അധ്യായങ്ങളുടെ തുടക്കത്തിലുള്ള ഈ കേവലാക്ഷരങ്ങളെ വിശദീകരിക്കാൻ പറ്റിയ ഒരു വ്യാഖ്യാനം ഈ ഭാവിയിൽ കിട്ടിക്കൂടാ എന്നൊന്നുമില്ല. കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ അത് സ്വീകരിക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇത്രയും ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ DNA കോഡ് വായിക്കുക എന്നാണെങ്കിൽ ബാക്കിയുള്ളതും കൂടി വ്യാഖ്യാനിക്കാൻ കഴിയണമെന്ന് മാത്രമേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ DNA കോഡ് വായിക്കുക, നിങ്ങളുടെ തലച്ചോറിലുള്ള DNA കോഡ് തന്നെ വായിക്കണം എന്ന് പറയാൻ ആ ആയത്ത് ആ അലിഫ്ലാമി നമുക്ക് അങ്ങനെ പറയാം. പക്ഷെ അലിഫ്ലാം റാക്ക് എന്ത് പറയാം? ഇക്ര എന്ത് വായിക്കാനാ പറയാം? അലിഫ്ലാം മീം സ്വാദിന് എന്താ പറയാ? ഹാം മീം എന്നുള്ളതിന് എന്താ പറയാ? യാസീൻ എന്നുള്ളതിന് എന്താ പറയാ? കാഫ് ഹാ യാ ഐൻ സ്വാദ് എന്നുള്ളതിന് എന്താ പറയാ? ഇങ്ങനെ 28 അധ്യായങ്ങളുടെ തുടക്കത്തിൽ ഇങ്ങനെ കേവലാക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ എന്ത് പറയും? ഇത് അതാണ് ഇവിടെയും പറഞ്ഞിട്ടല്ലോ, അലിഫ്ലാം റാ തിൽക. ഇപ്പൊ ഈ കേട്ട നിങ്ങൾ ഈ അലിഫ്ലാം റാ എന്നുള്ളതൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന നിന്റെ വേദത്തിലെ വചനങ്ങളാണ്. മുബീൻ ഇവിടെ അവിടെ അട്ടിമറിച്ച ഒരു വാക്കുള്ളൂ, ബാക്കിയൊക്കെ ഇവർ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. തിൽക അത് അവ. ആയാത്തുൽ കിതാബിൽ മുബീൻ. മുബീൻ എന്ന് പറയുന്നത് വ്യക്തമായാന്നല്ല, വ്യക്തമാക്കുന്നതാണ്. ആ ഒരു ചെറിയ അട്ടിമറി ആ ആയത്തില് ഇന്നത്തെ പാരമ്പര്യ വ്യാഖ്യാനത്തിലുണ്ട്. മുബീൻ എന്ന് പറയുന്ന വ്യക്തമായാന്നല്ല, വ്യക്തമാക്കുന്നതാണ്. ബാന യബീനു എന്ന് പറയുമ്പോൾ വ്യക്തമായത്. അബാന എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കുകയാണ്. ബാന എന്ന് പറഞ്ഞാൽ സ്വയം വ്യക്തമാകുക, അബാന എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കുക. അതിന്റെ ഇസ്മു ഫായിലാണ് മുബീൻ. വ്യക്തമാക്കുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്ന ദൈവത്തിന്റെ വചനങ്ങളിൽപ്പെട്ടതാണ് അവ. അവിടെ മുബീൻ എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അബാന യുബീനു മുബീൻ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതാണ്, വ്യക്തമായത് എന്നല്ല. ഞാൻ പലപ്പോഴും നിങ്ങൾക്ക് ഭാഷ വിശദീകരിക്കുന്ന രംഗത്ത് ഞാനത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഹറജ എന്ന് പറഞ്ഞാൽ സ്വയം പുറത്തു പോകുകയാണ്, അഹ്റജ എന്ന് പറഞ്ഞാൽ പുറത്താക്കുകയാണ്. ദഹല എന്ന് പറഞ്ഞാൽ സ്വയം ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്, അദ്ഹല എന്ന് പറഞ്ഞാൽ പ്രവേശിപ്പിക്കുകയാണ്. എന്നപോലെ തന്നെ ബാന എന്ന് പറഞ്ഞാൽ ബാന യബീനു എന്ന് പറഞ്ഞാൽ വ്യക്തമാകുകയാണ്, അബാന യുബീനു എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കുകയാണ്. അപ്പൊ കാര്യങ്ങൾ വ്യക്തമാക്കി. ഇവര് അതെന്തുകൊണ്ടാണ് അങ്ങനെ അർത്ഥം അട്ടിമറിക്കാൻ കാരണം? ഇതിന്റെ കാര്യങ്ങളൊന്നും വ്യക്തമല്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ്. ഖുർആനിക വചനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് വ്യക്തമായാന്ന് എഴുതിക്കുന്നത്. കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്ന ദൈവികമായ വേദത്തിലെ വചനങ്ങളാണ് അവ. ഇനി പറയാണ് ഇന്ന അൻസൽനാഹു, ആ കിതാബിനെ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അൻസല എന്ന് പറഞ്ഞാൽ അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ, ഇന്നത്തെ നമ്മുടെ സങ്കല്പത്തിൽ ജിബ്രീൽ എന്ന മലക്ക് അള്ളാഹിന്റെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് കുറച്ച് ആയത്തുകൾ എടുത്തിട്ട് അവിടുന്ന് ഇങ്ങനെ കുറച്ച് ആൾക്കാരെ മുന്നിലും പിന്നിലും നിർത്തിയിട്ട് മുഹമ്മദ് നബിയുടെ അടുത്തേക്ക് ഇങ്ങനെ ഒരു ജാഥ വരും പോലെ വന്നിട്ട് മുഹമ്മദ് നബിക്ക് വന്ന് കൊണ്ടുകൊടുക്കുന്ന ഒരു ചരിത്രം. പിന്നെ ഒരു ചരിത്രം ആടിന്റെ രൂപത്തിൽ മണി കെട്ടി വരുന്ന ഒരു ചരിത്രം, വഹീന്റെ രൂപം. ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ മനസ്സിൽ അള്ളാഹു ഖുർആൻ അവതരിപ്പിക്കുക എന്ന് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത. ഒരു ചിന്ത ഇങ്ങനെ ജിബ്രീലും കൂട്ടരും കുറച്ച് മലക്കുകൾ അപ്പുറത്തും ഇപ്പുറത്തും നിർത്തിയിട്ട് അള്ളാഹുടെ കുറച്ച് ആയത്തുകളും വാങ്ങിയിട്ട് ഇങ്ങനെ വരികയാണ് നബിയുടെ അടുത്തേക്ക് ജാഥയായിട്ട്. അത് മുഹമ്മദ് നബിയുടെ വന്നിട്ട് കയ്യിൽ കൊടുത്തിട്ട് പോലെ പോവുക ഒരു രൂപം. മറ്റൊരു രൂപം ബെല്ലടിക്കുന്ന രൂപത്തിൽ അഹിയാനം എഴുത്തീനി, ചിലപ്പോൾ എനിക്ക് വഹി വരിക മിഥില സൽസലത്തിൽ ജർസി, ബെല്ലടിക്കുന്ന ശബ്ദം പോലെയാണ് വരികയെന്ന. അതിശക്തമായ ശൈത്യമുള്ള കാലത്താണെങ്കിലും ആ വഹിയാണ് കിട്ടിക്കഴിയുമ്പോഴത്തേന് ഞാൻ ആകെ വിയർത്ത് കുളിക്കാറുണ്ടായിരുന്നു എന്നാണ് ഹദീസിൽ. ആകെ നബിനെ ഇടങ്ങാറാക്കാനുള്ള വഹിയാണെന്നുള്ളത്. ആദ്യത്തെ വഹിയെന്നെ നബിനെ ഇടങ്ങാറാക്കാനുള്ള വഹിയ കൂട്ടിപ്പിടിച്ചിട്ട് വായിക്കണം. 3 പ്രാവശ്യം കൂട്ടിപ്പിടിച്ച് വായിക്കാൻ പറഞ്ഞിട്ട് ഞാൻ വായിക്കൂല എന്ന് പറയാം. 3ാമത്തെ പ്രാവശ്യം ജിബ്രീൽ കൂട്ടിപ്പിടിച്ച് വിട്ടിട്ട് ഇഖ്റ ബിസ്മി. അത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ഒരിക്കൽ. ജിബ്രീൽ എന്ന് പറയുന്നത് തന്നെ മലക്കല്ല. ജിബ്രീൽ എന്ന് പറയുന്നത് തന്നെ ഖുർആൻ പ്രകാരം ജിബ്രീൽ മലക്കല്ല. മീക്കായിൽ എന്നുള്ള പേരെന്നെ ഖുർആനിലില്ല, മീക്കാലാന്നേ ഖുർആനിലുള്ളൂ. മീക്കായിലും മീക്കാലും വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളോട്, എൻ്റെ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടത്. അപ്പൊ ജിബ്രീൽ എന്ന് പറയുന്നത് തന്നെ അങ്ങനത്തെ ഒരു വഹി. ഇത് മുഹമ്മദ് നബിയുടെ ചിന്തയിലേക്ക് ദൈവികമായി ഇട്ടുകൊടുക്കുന്നതാണ്. നസ്സലഹു അലാ കൽബിക എന്നാണ് ഖുർആന് പറയാനുള്ളതാണ്. ഇത് നിന്റെ മനസ്സിലേക്ക് ഇട്ടു തരുന്നതാണ്. അതാണ് അവതരണം. അല്ലാതെ ഇവർ ഈ പറയുന്ന രൂപത്തിലുള്ള മലക്കിന്റെ വരവും കൂട്ടിപ്പിടുത്തവും ബെല്ലടിയും ആടുവരലും ഒന്നും സ്വപ്നം കാണലൊന്നും ഖുർആനിന്റെ പിന്നെ വഹീന്റെ രീതി ഖുർആൻ വിശദീകരിച്ചിട്ടില്ല. സ്വപ്നം കാണല് സ്വപ്നം തന്നെ ഞാൻ വിശദീകരിക്കണ്ടേ. സ്വപ്നം എന്ന് പറയുന്നത് തന്നെ സ്വപ്നമല്ല. ഞാൻ പറഞ്ഞല്ലോ, സ്വപ്നം എന്ന് പറയുന്നത് അയാളുടെ വിഷനാണ്, അയാളുടെ വീക്ഷണമാണ്, ചിന്തയാണ്. ഇവർ പറയുന്ന പാതിരാക്ക് കടന്നുറങ്ങുമ്പോൾ കിനാവ് കാണുക. ആ കിനാവ് കണ്ടീനെ കുട്ടീനെ അറുക്കാൻ കൊണ്ടുവരിക. ഇപ്പൊ അടുത്ത ഒരു കുട്ടീനെ 5-6 മാസം പ്രായമുള്ള ഒരു കുട്ടീനെ കാലുമ പിടിച്ച് അടിച്ചു കൊന്നൊരു തന്ത. അത് എങ്ങനെ ഇവരുടെ വ്യാഖ്യാന പ്രകാരം ഞാൻ ചോദിച്ചു എങ്ങനെ തെറ്റാണെന്ന് പറയും?
ഇബ്രാഹിം നബി സ്വന്തം കുട്ടിയെ അറുക്കാൻ കൊണ്ടുപോയ ചരിത്രം മുന്നിൽ വെച്ചുകൊണ്ട്, സ്വപ്നം കണ്ടതിന്റെ പേരിൽ അറുക്കാൻ കൊണ്ടുപോയ ഒരു ചരിത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഈ പിതാവ് ചെയ്ത ഈ കുറ്റകൃത്യം എങ്ങനെ കുറ്റകൃത്യമാണെന്ന് പറയും? ഇവിടുത്തെ അഹ്ലു സുന്നത്തിൽ പാരമ്പര്യ സാമ്പ്രദായിക മതക്കാർക്ക് എങ്ങനെ അത് കുറ്റകൃത്യമാണെന്ന് പറയാൻ കഴിയുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോ സ്വപ്നം എന്ന് പറയുന്ന ഈ രൂപത്തിലുള്ള വഹിയല്ല. നിന്റെ സ്വപ്നത്തെ അള്ളാഹു ശരിവച്ചിരിക്കുന്നു എന്ന് സൂറത്തുൽ ഫതഹിൽ പറയുന്നത് ഈ പ്രദേശം, ഈ ആശയത്തിന് മക്കയും അതിന്റെ ചുറ്റുപാടുമുള്ള പ്രദേശം കീഴടങ്ങി ഈ ആശയം സ്വീകരിക്കുക എന്നുള്ളത് ആ മുഹമ്മദിന്റെ ഒരു വീക്ഷണമായിരുന്നു, അദ്ദേഹത്തിന്റെ ഒരു ചിന്തയായിരുന്നു, അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമായിരുന്നു. അതാണ് അദ്ദേഹത്തിന്റെ സ്വപ്നം. യൂസുഫിന്റെ സ്വപ്നവും അത് തന്നെയാണ്. ഇനി അവിടേക്ക് വരുന്നുണ്ട്, അപ്പൊ ഞാൻ പറയാം. യൂസുഫിന്റെ സ്വപ്നവും അത് തന്നെയാണ്. അയാളുടെ ഡ്രീമാണ്, അയാളുടെ ചിന്തയാണ്. ഇപ്പൊ നിങ്ങൾക്കും എനിക്കൊക്കെ ചിന്ത ഉണ്ടാവും. അതൊരു നല്ല മനുഷ്യനാണെങ്കിൽ നല്ല ചിന്തയാക്കാറും. ഒരു ശരാശരി ഭൗതിക ലോകത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അയാളുടെ സ്വപ്നം എന്തായിരിക്കും? അയാളുടെ കുട്ടികളെ ശരിക്കും വളർത്തിക്കൊണ്ടുവരണം, നല്ലൊരു ഉദ്യോഗം വാങ്ങിക്കൊടുക്കണം, നല്ല ഉയർന്ന പദവിയിൽ എത്തിക്കണം, അവർക്ക് നല്ലൊരു കല്യാണം കഴിച്ചു കൊടുക്കണം, അവർക്കൊരു ജോലി വാങ്ങിക്കൊടുക്കണം, കുറച്ച് സമ്പാദിക്കണം. ഇതൊക്കെയായിരിക്കും ഒരാളുടെ സ്വപ്നം, ഒരു സാധാരണ മനുഷ്യന്റെ സ്വപ്നം. പക്ഷെ ഒരു പ്രവാചകന്റെ തലത്തിൽ നിന്നുകൊണ്ട് സ്വപ്നം കാണുക, ഒരു മനുഷ്യ സ്നേഹിയുടെ തലത്തിൽ നിന്നുകൊണ്ട് അയാളുടെ സ്വപ്നം എന്തായിരിക്കും? ഈ മാനവരാശിക്ക് ഗുണകരമായ ഈ പ്രത്യയശാസ്ത്രം, മനുഷ്യരെ സ്നേഹിക്കാനും മനുഷ്യരോട് കരുണ കാണിക്കാനും അവരെ സഹായിക്കാനും പറയുന്ന ഈ പ്രത്യയശാസ്ത്രം അനുസരിച്ച് ജീവിക്കുന്ന ഒരു തലമുറ വാർത്തെടുക്കുക എന്നുള്ളതാണ്. അതനുസരിച്ച് ഒരു നീതിന്യായ വ്യവസ്ഥിതി ഇവിടെ നടപ്പിലാക്കുക എന്നതായിരിക്കും ഒരു പ്രവാചകനും ഒരു മനുഷ്യ സ്നേഹിയുമായ ഒരാളുടെ സ്വപ്നം. അതാണ് അയാളുടെ സ്വപ്നം. അയാൾക്ക് കൂടുതൽ സമ്പാദിക്കണമെന്നായിരിക്കില്ല, അയാളുടെ മക്കളെ കുറിച്ചായിരിക്കില്ല അവരുടെ സ്വപ്നം. ഒരു പ്രവാചകന്റെ തലത്തിൽ നിന്നുകൊണ്ട് കാണുന്ന സ്വപ്നം എന്തായിരിക്കും? ഈ നീതിയുടെയും ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും ന്യായത്തിന്റെയും ഈ വ്യവസ്ഥിതി ലോകത്ത് നടപ്പാക്കിക്കൊണ്ട് മാനവരാശിക്ക് മുഴുവൻ ഗുണകരമായ ഒരു സ്ഥിതിവിശേഷം ഈ ഭൗതിക ലോകത്ത് സൃഷ്ടിച്ചെടുക്കണം എന്നതായിരിക്കും ഒരു പ്രവാചകന്റെ തലത്തിൽ നിന്നുകൊണ്ട് അയാൾ കാണുന്ന സ്വപ്നം. അപ്പൊ ഞാൻ വഹീന്റെ അവിടുന്ന് പോകുന്നത്. വഹീ എന്ന് അൻസല, അള്ളാഹു ഇറക്കി കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഈ ചിന്തകളൊന്നും വരണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ആട് വരണ്ട, ബെല്ലടി വരണ്ട, സ്വപ്നം കാണൽ വരണ്ട. ഒരു ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കുറച്ച് സാധനമായിട്ട് ഇങ്ങനെ പിന്നാലെ വരുന്ന ആ സ്വപ്നം കാണണ്ട. ഇത് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്ന ചിന്തകളാണ്. അതാണ് വഹി. അല്ലാത്ത ഒരു രൂപത്തെക്കുറിച്ച് ഖുർആൻ വിശദീകരിക്കുന്നില്ല. ഇതാണ് നസ്സലഹു അലാ ഖൽബിക, നിന്റെ മനസ്സിലേക്ക് ഇട്ടുതരുന്ന ചിന്തകളാണ്. അവിടെ അദ്ദേഹം കണ്ടെത്തിയ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അനീതിയും സ്വേച്ഛാധിപത്യവും അക്രമങ്ങളും ഇത് കണ്ടു വളർന്ന ഒരു പ്രവാചകന്റെ മനസ്സിൽ ദൈവികമായി ഇട്ടുകൊടുക്കുന്ന മനുഷ്യ സ്നേഹപരമായ, മനുഷ്യരെ മോചിപ്പിക്കാനുതകുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഈ ഖുർആൻ. അങ്ങനെ കണ്ടാൽ മതി നിങ്ങൾ. അതിനപ്പുറത്തേക്ക് ഇതിനെ കണ്ടാൽ നിങ്ങൾക്ക് ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ഈ കൂട്ടിപ്പിടിക്കലും ജിബ്രീൽ കൂട്ടിപ്പിടിക്കലൊന്നും ഇതിലില്ല. ജിബ്രീൽ എന്ന് പറയുന്നത് തന്നെ ഞാൻ സൂചിപ്പിച്ചു മലക്കല്ല. അത് പിന്നീട് ഇനി ഒന്നുകൂടി വിശദീകരിക്കാം. ഖുർആനൻ അറബിയൻ വ്യക്തമായ വായനയിൽ, അറബി എന്ന് പറഞ്ഞാൽ ഫസീഹായതും ബലീഗായതും വ്യക്തമായ വായനയാണത്. വ്യക്തമായ ഒരു വായനയോടുകൂടി ഈ സന്ദേശത്തെ നിന്നിലേക്ക് ഞാൻ അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. എന്തിനു വേണ്ടി? ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ വിവേചിച്ചറിയാൻ വേണ്ടി, നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കാൻ വേണ്ടി. ബുദ്ധി ഉപയോഗിക്കാനേ പാടില്ല എന്നാ ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ പുരോഹിതന്മാർ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുകയേ ചെയ്യരുതെന്നാ, ചിന്ത ഉപയോഗിക്കുകയേ ചെയ്യരുത്. ഞങ്ങൾ പറഞ്ഞത് വിശ്വസിച്ചാൽ മതി. അത് എന്ത് മൂഢമായ വിശ്വാസങ്ങളായാലും ശരി, എന്ത് മൗഢ്യമായാലും ശരി, യുക്തിക്കോ ചിന്തക്കോ ഉൾക്കൊള്ളാൻ പറ്റാത്തതാണെങ്കിലും ശരി, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചാൽ മതിയെന്ന്. പക്ഷെ ഖുർആൻ പറയുന്നത് ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങളുടെ അഖിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ വിവേചന ശക്തിയും നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആരുടെ ബുദ്ധി കൊണ്ടാണ് പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത്? ഞാനതാ ചോദിച്ചത്. ഇവരെന്തിനാ അത് വേണ്ടാന്ന് പറയണമെന്നോ? ഇവർ സൃഷ്ടിച്ച ഈ ചീട്ടുകൊട്ടാരം, ഈ അന്ധവിശ്വാസങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും കെട്ടുകഥകളുടെയും ഈ ചീട്ടുകൊട്ടാരം തകർന്നു പോകും. ബിസ്മി ചൊല്ലി പൂട്ടിട്ടാ പിന്നെ ശൈത്താൻ ആ പൂട്ട് തുറക്കാൻ പറ്റൂല എന്ന അന്ധവിശ്വാസം ഈ ജിന്നിന്റെ പേരിൽ. ഞാൻ പറഞ്ഞു 1000 ബിസ്മി ചൊല്ലിയിട്ട് പൂട്ടിയാലും അതിന്റെ കള്ളന്മാര് വന്നാൽ അത് തുറന്നു കാണിച്ചു തരുമല്ലോ. എങ്ങനെ? മാത്രല്ല, ഞാനൊരു 1000 ബിസ്മി ചൊല്ലിക്കൊണ്ട് ഞാനൊരു പൂട്ടിയാലും വേറൊരാൾക്ക് അത് തുറക്കണം. എന്നാൽ പിന്നെ ഇവിടെ ധനകാര്യ സ്ഥാപനങ്ങളുടെ ആവശ്യം തന്നെ പിന്നല്ല, പൈസ കാര്യം കൊടുത്തുണ്ടാകണം. ഈ ജിന്നി വിവാദത്തിൽ ഒരാൾ തട്ടിവിടുകയാണ് എന്ത്? ബിസ്മി ചൊല്ലി ഒരു വസ്തു പൂട്ടിയാൽ ഒരു ശൈത്താനും പിന്നെ അത് തുറക്കാൻ പറ്റൂല. ഞാൻ ചോദിച്ചു, ബിസ്മി ചൊല്ലാതെ പൂട്ടിയാൽ ശൈത്താനെ തുറക്കാൻ പറ്റുമോ? അതെ, ഏത് ബാങ്കുകളുടെ പൂട്ടാണ് ബിസ്മി ചൊല്ലിയിട്ട് പൂട്ടുന്നത്? ലോകത്ത് ഒരു ബാങ്കിന്റെയും ബിസ്മി ചൊല്ലിയിട്ട് ഒരു പൂട്ടും പൂട്ടണില്ല. പക്ഷെ ഒരു ശൈത്താനും വന്ന് തുറക്കണില്ല. വല്ല കള്ളന്മാര് ശൈത്താന്മാര് വന്ന് തുറന്നിട്ടുണ്ടെങ്കിലും ഇവർ പറയുന്ന ഒരു ശൈത്താനും ഒരു പൂട്ടും വന്ന് തുറന്നതായിട്ട്
ഞാൻ എൻ്റെ ജ്യേഷ്ഠ ഇടക്കിടക്കെന്നെ വിളിക്കും ജിന്നികളെ വയല് കേൾക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് 50 വയസ്സാകാനായി, ഇനി 1-2 കൊല്ലം കൂടിയുള്ളൂ. ഈ 50 വയസ്സിൻ്റെ ഇടയ്ക്ക് ഒരു ജിന്ന് ബാധയും എന്നെ ഏറ്റിട്ടില്ല. എനിക്ക് ഇനി അത് കേൾക്കാൻ ഒഴിവില്ല. എൻ്റെ ഒരു കണ്ണെടുത്തിട്ട് അപ്പുറത്തേക്ക് ഇതുവരെ ഒരു ജിന്ന് എടുത്ത് വെച്ചിട്ടില്ല. എൻ്റെ ഒരു സാധനം ഇതുവരെ ഒരു ജിന്ന് വന്നിട്ട് ഒരു ശൈത്താന് വന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ട് ഇതായിട്ട് എനിക്കൊരു ദ്രോഹം ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിനാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനി ഇത്രയൊന്നും കാലം ജീവിക്കാൻ ഇനി നമ്മൾ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇനി അത് ഭയപ്പെട്ട് ആ വയല് കേട്ടിട്ട് എനിക്കിനി പേടിച്ച് നടക്കാൻ എൻ്റെ ജീവിതത്തിൽ സമയമല്ല എന്ന് പറഞ്ഞു. അത് കാരണം ഒരു കേട്ടോളിന്ന് പറഞ്ഞു. അതാണ് വെറുതെ അന്ധവിശ്വാസങ്ങൾ. അപ്പം ഞാൻ വിഷയത്തിന് പോകണം. ഒരു 10 ആയത്തെങ്കിലും കേൾപ്പിച്ചിട്ടില്ല ഈ വിഷയം. അതാണ് ഇന്ന അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലക്കും തഅഖിലൂൻ. അപ്പൊ അഖിൽ ഉപയോഗിക്കണം, ചിന്ത. എന്തിനാണ് വ്യക്തമായ വായനയിൽ ഖുർആനൻ അറബിയൻ. അറബി എന്ന് പറഞ്ഞാൽ തന്നെ ഫസീഹ് ബലീഗ് എന്നാണ് അതിന്റെ അർത്ഥം. സാഹിത്യവും വ്യക്തവുമായ രൂപത്തിൽ ഈ ഖുർആൻ. ഇത് വ്യക്തമല്ല എന്ന് അവർ പറയും. ഖുർആൻ നമുക്ക് വ്യക്തമാവില്ല. പിന്നെ ആർക്ക് വ്യക്തമാവും ഈ ഖുർആൻ? നമുക്ക് മനുഷ്യർക്ക് വ്യക്തമാവില്ല. പിന്നെ ആർക്കാ വ്യക്തമാവുക? ഈ മൂല്യന്മാർക്ക് ഈ ഖുർആൻ ഒന്നും വ്യക്തമായിട്ടില്ല. എൻ്റെ അറിവ് വെച്ചിട്ട് ഇവർക്കൊന്നും വ്യക്തമായിട്ടില്ല ഈ ഖുർആനിന്റെ ആശയം. ഖുർആൻ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന് ചോദിച്ചു. ഇവിടെ വന്നേക്ക് എന്നോട് ചോദിച്ചു. ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കണം. ഖുർആനെ മനുഷ്യവചനങ്ങൾ കൊണ്ട് ഖുർആനിനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. മനുഷ്യവചനങ്ങൾ കൊണ്ട് ഖുർആനിനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. അതിന്റെ ആശയം പരിമിതപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഖുർആൻ കൊണ്ടാണ് വ്യാഖ്യാനിക്കേണ്ടത്. മനുഷ്യരുടെ വചനങ്ങൾ കൊണ്ട് ഖുർആനിനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. കാരണം മനുഷ്യൻ ബുദ്ധിയിൽ കുറഞ്ഞവനാണ്, അവനിൽ തെറ്റ് സംഭവിക്കുന്നവനാണ്, അവൻ ഒരു കാലഘട്ടത്തിന് പരിമിതപ്പെട്ടവനാണ്. കാലാധിവർത്തിയായ പ്രപഞ്ചത്തിന് ചൂഴ്ന്നു നിൽക്കുന്ന ഏത് കാലത്തേക്കും പര്യാപ്തമായ ഒരു ഗ്രന്ഥത്തെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മാത്രം പരിമിതപ്പെടുന്ന ഒരു മനുഷ്യന്റെ ബുദ്ധി കൊണ്ടോ അറിവുകൊണ്ടോ അതിനെ വ്യാഖ്യാനിച്ച് പരിമിതപ്പെടുത്താൻ കഴിയില്ല. അതാണല്ലോ ഞാൻ പറഞ്ഞത് അലിഫ് ലാം റ എന്നുള്ളതിന്റെ ഇനി ഒരു വ്യാഖ്യാനം ഒരു 100 കൊല്ലം കഴിഞ്ഞ് ഇതിന്റെ ഉന്നതമായ ഒരു വ്യാഖ്യാനം കിട്ടുകയാണെങ്കിൽ അപ്പോൾ അതെടുക്കണം. നമ്മുടെ അറിവ് പരിമിതമായ അറിവാണ്. അതാണ് ഈ ജാഹിലിയ കാലഘട്ടത്തിൽ ഈ ഒട്ടകങ്ങളുടെയും ആടുകളുടെയും മാടുകളുടെയും പിന്നാലെ നടന്നിരുന്ന ആ കാലഘട്ടത്തിൽ അറബികൾ എഴുതി വെച്ച തോന്നിവാസങ്ങളുടെ വ്യാഖ്യാനങ്ങള് ഇന്ന് മഹാപണ്ഡിതന്മാരാണ് അവര് എന്ന് വിചാരിച്ച അവരുടെ വ്യാഖ്യാനങ്ങളെ പിന്തുടർന്ന് പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത് മഹാവിപത്താണ് സംഭവിക്കുന്നത്. അവരിതിനൊക്കെ മെറ്റീരിയലായിട്ട് കണ്ടു. ഞാൻ പറഞ്ഞല്ലോ, സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ അവർക്ക് രാത്രി കാണുന്ന സ്വപ്നമേ അവർക്ക് മനസ്സിലാവുള്ളൂ. കാരണം അവരുടെ അറിവിന്റെ വിശാലത അത്രയുള്ളൂ. അറിവിന്റെ വിശാലത അവർക്ക് അത്രയേ ഉള്ളൂ. കയറ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ഈത്തപ്പന കയറേ അവർക്ക് ബോധ്യപ്പെടുള്ളൂ. നമ്മൾ വന്നപ്പോൾ ഒരു സഹോദരനോട് പറഞ്ഞു കൊടുത്തു, കയറ് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ കയറ് പറഞ്ഞിട്ടുണ്ട്, വഅതസിമു ബിഹബിലില്ലാഹി ജമിയ, അള്ളാന്റെ കയറിനെ നിങ്ങൾ മുറുകെ പിടിക്കുന്നു പറഞ്ഞാൽ കയറല്ല, അത് ആശയമാണ്. ആശയ തലത്തിലാണ് ആ കയറിനെ കാണേണ്ടത്. ഈ വേദത്തെയും അവന്റെ ദൈവിക വചനങ്ങളെയും തള്ളിക്കളഞ്ഞ ആളുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, ഇല്ലാ ബി ഹബിലിൻ മിനല്ലാഹി, അവർക്ക് ഇനി ദൈവത്തിൽ നിന്നുള്ള ഒരു കയറും വേണം, വബി ഹബിലിൻ മിനന്നാസി, മനുഷ്യരിൽ നിന്നുള്ള ഒരു കയറും ഇനി അവർക്ക് വേണം എന്ന് പറഞ്ഞു. അത് കയറല്ല. ആ കയറ് തന്നെയാണ് അബൂലഹബിന്റെ കയറും, അബൂലഹബിന്റെ പെണ്ണുങ്ങളെ കഴുത്തിലിട്ട് നടക്കുന്ന കയറും എന്ന് നമ്മൾ മനസ്സിലാക്കണം. പെണ്ണുങ്ങളല്ലാന്ന് ഞാൻ പറഞ്ഞു. അള്ളാഹുവിന്റെ കയറും മനുഷ്യരെ ഒന്നിപ്പിക്കാനുള്ള കയറാണെങ്കിൽ സമൂഹത്തിൽ അഗ്നിയും നാശവും നശീകരണ പ്രവർത്തനങ്ങളും അതിന്റെ കൂട്ടാളികളായി വർത്തിക്കുന്ന ആളുകളും കൊണ്ടു നടക്കുന്ന കയറ് സമൂഹത്തിൽ സമൂഹത്തെയാണ് കൂട്ടിപ്പിരിക്കുന്നത്. അവർ മനുഷ്യരെയാണ് അവർ കൂട്ടിപ്പിരിക്കുന്നത്. ഒരു കൂട്ടരെ മറ്റു കൂട്ടർക്ക് ശത്രുക്കളാക്കുക, ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തിന് ശത്രുവാക്കുക, ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യത്തിന് ശത്രുവാക്കുക. ഇപ്പൊ മൊസാദിന്റെ പണി തന്നെ അതാണ്. മൊസാദിന്റെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് അക്രമങ്ങളും കലാപങ്ങളും ചിത്രതയും മനുഷ്യരെ പരസ്പരം ഭിന്നിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഹബില്, അതാണ് രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അബൂലഹബുമാരുടെ കയ്യിലുള്ള കയറ്. അള്ളാഹുവിന്റെ കയറാകട്ടെ മനുഷ്യരെ ഒന്നിപ്പിക്കാനുള്ള കയറാണ്. ഇതാണ് അങ്ങനെ. പക്ഷെ ഒരു ജനതക്ക് അത് കയറായിട്ടേ മനസ്സിലായുള്ളൂ. അപ്പൊ മൂസാ നബി കയറിട്ടു എന്നേ അവർക്ക് മനസ്സിലായുള്ളൂ. മൂസാ നബിയുടെ ആശയമാണ് അവിടെ അവതരിപ്പിച്ചത് എന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ള വിവേകം ഉണ്ടായില്ല, ബുദ്ധി ഉണ്ടായില്ല. കാരണം അവരുടെ അറിവിന്റെ വൃത്തം വളരെ ചുരുങ്ങിയ അറിവിന്റെ വൃത്തമായിരുന്നു. അവിടെ നിന്നുകൊണ്ട് ഖുർആനിനെ വ്യാഖ്യാനിച്ചപ്പോൾ അവർക്ക് കയറായിട്ടേ മനസ്സിലായുള്ളൂ. അത് തന്നെ പിൻതലമുറയും അത് തന്നെ പിന്തുടരണമെന്ന് ഇവർ എഴുതി വെച്ചു. നന്മക്കുതകുന്ന രൂപത്തിൽ ഈ ഖുർആനിനെ നിങ്ങൾ വ്യാഖ്യാനിക്കണം. അല്ലാത്തിടത്തോളം ഈ ഖുർആനെ ജനം തള്ളും. ജനത്തിന് ഇതിനൊന്നും ആവശ്യമല്ല. ജനം പോട്ടെ ഈ കിതാബ്. മാനവരാശിയെ തല്ലുകൂടിക്കാനും കലാപങ്ങൾ ഉണ്ടാക്കാനും പരസ്പരം ശത്രുക്കളാക്കാനും ഒരു വേദം വേണോ? യുദ്ധങ്ങൾ ചെയ്യിപ്പിക്കുന്ന ഒരു ചരിത്രമാണ് ഇസ്ലാമിൻ്റെത്. അങ്ങനത്തെ ഒരു ഇസ്ലാമിന്റെ ചരിത്രത്തിന് എന്തിനൊരു വേദം, എന്തിനൊരു നബി? വേദവും പ്രവാചകന്മാരും മനുഷ്യരുടെ നന്മയായിരിക്കണം, മാനവരാശിയുടെ മോചനമായിരിക്കണം, മാനവരാശിയുടെ ഐക്യമായിരിക്കണം. ആ പ്രവാചകന്റെയും വേദങ്ങളുടെയും പ്രവാചകന്മാരുടെയും ലക്ഷ്യം
അതിനു വേണ്ടി ഇരിക്കാനായിട്ടായിരിക്കണം. അല്ലാതെ 4 ആള് 4 സൈതലവി 4 മഹമ്മദും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പാര വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് 4 മാസിക ഇറക്കി അനാവശ്യം പറഞ്ഞ് 2 വയലും പറഞ്ഞ് നടക്കാൻ എന്തിനായി ഒരു വേദം? അതിന് ഒരു ഗുണ്ടയുടെ സംസ്കാരം മതി. അതാണ് ഇന്നത്തെ വയല് കേട്ടാൽ തന്നെ എനിക്ക് ഇടങ്ങാറാ. എന്തിനാ ഈ വയല് കേൾക്കണത്? ഈ ജനങ്ങൾ എന്തിനാ ഇതിന് ഓടണമെന്ന് വിചാരിക്കും. കാഫറാക്കാനും മുശ്രിക്കാക്കാനും നിഷേധിയാക്കാനും നരകത്തിന്റെ ആളുകളാക്കാനും ഇങ്ങനത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും അനാവശ്യം പറയാൻ ആ തെരുവ് മുഴുവൻ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ശബ്ദ മലിനീകരണങ്ങൾ കൊണ്ട് തെരുവുകൾ ആകെ മലീമസമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ മതപ്രസംഗങ്ങളെ കൊണ്ട്. എന്തിനാ ഇങ്ങനത്തെ ഒരു വേദം? അതാ ഞാൻ ചോദിച്ചത്. നിങ്ങൾ ചിന്തിക്കണം. ലാഅല്ലക്കും തഅഖിലൂൻ. നഹ്നു നഖുസ്സു അലൈക, ഞാൻ നിനക്ക് ഒരു കഥ പറഞ്ഞു തരാം. ഖുർആനിലെ കഥ എന്ന് പറയുമ്പോൾ മലർവാടി കഥയല്ല, പൂമ്പാറ്റ കഥയല്ല. കിസ്സ എന്ന് പറയുന്ന ഖുർആൻ പറയുന്ന കിസ്സ എന്ന് പറയുന്നത് പാഠം ഉൾക്കൊള്ളുന്ന കഥയാണ്. അതാണ് ഖുർആൻ പറയുന്നത് വഫീ ഖസസിഹിം ലഅല്ലഹും യതഫക്കറൂൻ. അവരവരുടെ കഥ, ആ പറഞ്ഞ കഥകളിൽ അവർ ചിന്തിക്കട്ടെ എന്ന് പറഞ്ഞത്. ചിന്തിക്കാൻ ഉതകുന്ന പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന കഥയാണ് ഖുർആന് പറയാനുള്ളത്. ഒരു മലർവാടിയുടെ കഥയിൽ പറയുന്ന ആ കഥയിലുള്ള പാഠം പോലും ഇല്ലാത്ത, ഒരു പൂമ്പാറ്റയിൽ പറയുന്ന കഥയിൽ ഉൾക്കൊള്ളുന്ന ആ കഥയുടെ പാഠങ്ങൾ പോലും ഒരു ജനസമൂഹത്തിന് നൽകാത്ത ഇന്നത്തെ ഖുർആനിന്റെ കഥകൾ ആർക്ക് വേണം? ഒരു മലർവാടി കഥയിൽ ഒരു കഥ പറഞ്ഞാൽ എന്തെങ്കിലും ചെറിയൊരു പാഠമെങ്കിലും കുട്ടിക്ക് അതിൽ നിന്ന് കിട്ടാനുണ്ടാവും. പക്ഷേ ഇന്നത്തെ കഥയിൽ നിന്ന് എന്ത് പാഠമാണ് ഈ സമൂഹത്തിന് കിട്ടാനുള്ളത്? മൂസാ നബിയുടെ കഥയിൽ നിന്ന് ഒരു വടിയിട്ട് പാമ്പാക്കിയതും ഒരു വടിയോണ്ട് അടിച്ചപ്പോൾ സമുദ്രം പിളർത്തിയതും ആർക്ക് എന്ത് പാഠമാണ് അതിൽ നിന്ന് കിട്ടാനുള്ളത്? വല്ല ഈ തലി കെട്ടിയ പഴയ 10, 55, 60 വയസ്സായ വല്ല കാക്കാർക്കും വല്ല പാടുണ്ടാവും. പഹയന്മാര് അടിച്ച് പാമ്പാക്കിയിട്ടും കൂടി ആ പഹയന്മാരെ മൂസാ നബിയിൽ വിശ്വസിച്ചില്ലല്ലോ. ഓരോ അഹങ്കാരം എന്നൊരു കാക്കാക്ക് സമാധാനിപ്പിക്കാമെന്നല്ലാതെ ആ കഥ, ഇന്നത്തെ കഥ കൊണ്ട് വേറെ ഒരു പ്രയോജനവും ഇല്ല. ഒരു കാക്കാക്ക് വേണമെങ്കിൽ അങ്ങനെ സമാധാനിക്കാം. ആ പഹയന്മാരൊരു അഹങ്കാരം നോക്കിങ്ങൾ മൂസാ നബി വടിയിട്ടിട്ട് പാമ്പാക്കി ഇങ്ങനെ നീപ്പിച്ച് കാണിച്ചു കൊടുത്തിട്ടും കൂടി ആ കൗമ വിശ്വസിച്ചില്ലല്ലോ. ഓലൊരു പോക്കിരിത്തരം എത്രമാത്രം ഉണ്ടെന്ന് വേണമെങ്കിൽ ഒരു പഴയ കാക്കാക്ക് വിലപിക്കാം, സമാധാനിക്കാം എന്നല്ലാതെ ലോകത്തിന് അതിൽ നിന്ന് പാഠമില്ല. മറിച്ച് തന്റെ ബുദ്ധിയും യുക്തിയും തന്റെ അറിവും വേദവും ആ സമൂഹത്തിൽ അവതരിപ്പിച്ചപ്പോഴാണ് ആ സമൂഹത്തിന്റെ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയാണ് ആ പ്രവാചകൻ ചെയ്തത് എന്ന് പറയുമ്പോൾ അവിടെ പാഠങ്ങളുണ്ട്, അവിടെ മാർഗദർശനമുണ്ട്. ഈ പറയാൻ പോകുന്ന ഇപ്പൊ യൂസുഫിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു പ്രേമകാവ്യത്തിൽ നിന്ന് എന്ത് പാഠമാണുള്ളത്? എന്ത് പാഠമുള്ളത്? പെണ്ണിന് കുപ്പായം കയറിയ കഥ. പെണ്ണുങ്ങളുടെ മുമ്പിൽ കൂടി നടക്കാൻ പറഞ്ഞപ്പോൾ നല്ല സൗന്ദര്യം, നല്ല ഇതൊക്കെ നല്ല ബോഡിയൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ നമുക്കെന്താ അങ്ങനെ നടക്കാൻ പറ്റുമോ? നിങ്ങൾ പറയും. നിങ്ങളോട് പറയണം, ഒരു പെണ്ണിന്റെ മുന്നിൽ കൂടി 5, 6 പെണ്ണുങ്ങൾ അങ്ങനെ ഇരുത്തിയിട്ട് ഈ പെണ്ണിന്റെ മുന്നിൽ കൂടി ഒന്നിച്ച് സൗന്ദര്യം കാണിച്ചൊന്ന് നടന്നാന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കുമോ? ഒരു നബി പോട്ടെ, ഒരു സാധാരണക്കാരാണല്ലോ നമ്മളൊക്കെ. ഏതെങ്കിലും ഒരു പെണ്ണ് വിളിച്ചിട്ട് പറയാം, ഒരു 5, 6 പെണ്ണുങ്ങളെ ഇരുത്തിയിട്ട് അതിൻ്റെ ആ സൗന്ദര്യമൊക്കെ ഒന്ന് കാണിച്ച, ആ ബോഡിയൊക്കെ ഒന്ന് കാണിച്ച് ഈ പെണ്ണുങ്ങളെ മുന്നിൽ കൂടി ഒക്കെ ഒന്ന് നടന്നിട്ട് അതിൻ്റെ സൗന്ദര്യം ഒന്ന് കാണിച്ച നമ്മൾ നടക്കുമോ? എന്നിട്ടല്ലേ മഹാനായ ഒരു പ്രവാചകൻ. അപ്പൊ ഞാൻ പറയുന്ന കിസ്സ എന്ന് പറയുന്നത് പാഠം ഉൾക്കൊള്ളുന്ന കഥയാണ്. അതാണ് കിസ്സ. അതാണ് ഖുർആൻ പറയുന്ന കിസ്സയാണ്. ആ കഥയിൽ നിന്ന് ലോകത്തിന് ഒരു പാഠം, ഒരു ഇബ്റത്ത്, ഒരു ഗുണപാഠം ലോകത്തിന് കിട്ടും. ലോകത്തിന് ഒരു മാർഗദർശനം കിട്ടും. അങ്ങനത്തെ കഥകളാണ് ഖുർആൻ പറയുന്ന കഥകൾ. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ എൻ്റെ ഖുതുബയിൽ പറഞ്ഞു, കിസാസ് എന്ന് പറഞ്ഞാൽ പ്രതിക്രിയയല്ല. കിസാസ് എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തി, അന്വേഷണം നടത്തി, അതിന് ഗുണകരമായ ഒരു പാഠം ഒരു സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ആ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണം. അത് സ്വതന്ത്രനാകട്ടെ, അടിമയാകട്ടെ, നിയമങ്ങൾക്ക് വിധേയനായി കഴിയുന്ന ഒരു അബദാകട്ടെ, അതാണ് അബദ്. അല്ലാതെ ഇവർ പറയുന്ന അടിമയല്ല. ഒരു രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് മഹബൂമായി കഴിയുന്ന ഒരു വ്യക്തിയാകട്ടെ, ആരായാലും അത് ഹിസാസ് നടത്തണമെന്നാണ് പറഞ്ഞത്. അല്ലാതെ കണ്ണുകുത്തിയോന്റെ കണ്ണുകുത്തുക, കാലുകുത്തിയോന്റെ കാലുകുത്തുക, ചെവി മുറിച്ചോന്റെ ചെവി മുറിക്കുക അല്ല. അത് ഞാൻ പറഞ്ഞില്ല. അങ്ങനത്തെ കുറ്റകൃത്യങ്ങൾ വിശദീകരിക്കുന്ന ഗ്രന്ഥം നല്ല ഖുർആൻ, അത് വേറെ വിഷയമാണ്. അപ്പൊ നഖ്സു അലൈക അഹ്സനൽ ഖസസ് ബിമാ ഔഹൈനാ ഇലൈക ഹാദൽ ഖുർആൻ. ഈ ഖുർആനിലൂടെ നിനക്ക് ഞാൻ ദിവ്യ സന്ദേശമായി നൽകിക്കൊണ്ടിരിക്കുന്ന കഥകളിൽ വെച്ച് ഏറ്റവും നല്ല ഒരു കഥ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരട്ടെ. ഏറ്റവും നല്ല കഥ എന്താണ്? വൈൻ കുന്ത മിൻ ഖബലിഹി. ഈ വിഷയത്തെക്കുറിച്ച് നീ മിനൽ വാഫിലീൻ, അശ്രദ്ധരായ ആളുകളിൽപ്പെട്ട ആളായിരുന്നുവെങ്കിലും ഇപ്പൊ നിനക്ക് ഞാൻ ഈ കഥ പറഞ്ഞ് അതിന്റെ ശരിക്കുള്ള കഥ പറഞ്ഞു തരാൻ പോവുകയാണ്. ഇത് കാല യൂസുഫ് പറഞ്ഞ വേളയിൽ ലി അബീഹി, തന്റെ പിതാവിനോട്. പിതാവ് എന്ന് കേൾക്കുമ്പോഴത്തേന് ഞാൻ പറഞ്ഞു, ഖുർആനിലെ പിതാവും ഖുർആനിലെ സഹോദരനും ഖുർആനിലെ വാപ്പയും ഖുർആനിലെ ഭാര്യയൊന്നും നേരിട്ട് വാപ്പയല്ല, ഇന്റെ വാപ്പയല്ല. രാജ്യത്തിന്റെ പിതാവാണ്, ഒരു നേഷൻ, ഒരു സമൂഹത്തിന്റെ നേതൃത്വമാണത്. അല്ലാതെ സ്വന്തം വാപ്പയല്ല, സ്വന്തം സഹോദരനല്ല. ഈ യഹ്വത്ത് എന്ന് കേൾക്കുമ്പോഴത്തേന് സ്വന്തം ഏട്ടനഞ്ചന്മാരെന്നാണ്, സമൂഹമാണ്. ഖുർആൻ അങ്ങനെയാണ്. വൈല ആദ്യം
ആദിലേക്ക് ഞാൻ അയച്ചു അഹാഹു അവരുടെ സഹോദരൻ ഹൂദനെ അയച്ചു എന്ന് പറഞ്ഞാല് ആദ്യ സമൂഹത്തിലെ സഹോദരനായിരുന്നു. അതിലുള്ള ഒരു ഭാഗന്നേയുള്ള അർത്ഥം. ഖുർആനിൽ എത്ര സ്ഥലത്തുണ്ട് ഒയില ആദിൻ, ആദ് ഗോത്രത്തിലേക്ക് ഞാൻ അയച്ചു അഹാഹു അവരുടെ സഹോദരൻ ഹൂദനെ ഞാൻ അയച്ചു. ഒയില സമൂദിലേക്ക് ഞാൻ അയച്ചു അഹാഹു അവരുടെ അഹിനെ ഞാൻ അയച്ചു. ആരെ? സ്വാലിഹിനെ ഞാൻ അയച്ചു. എന്നാണ് സമൂദ് ഗോത്രത്തിലെ ഒലക്കപ്പാട് ഒരു ഏട്ടനഞ്ചന്മാര് കുടുംബമായിരുന്നു. അഹ് എന്ന് കേൾക്കുമ്പോഴത്തിന് സമൂഹമാണത്, സമൂഹത്തിന്റെ സമൂഹമാണത്. അബു എന്ന് കേൾക്കുമ്പോഴത്തിന് ആ നാഷൻ, ആ ഫാദർ ഓഫ് നാഷൻ എന്നാണ്, സമൂഹത്തിന്റെ പിതാവാണത്. ആ രാജ്യത്തിന്റെ അദ്ദേഹത്തിന്റെ ജീവിക്കുന്ന ആ സമൂഹത്തിലെ നേതൃത്വത്തോട് ചെന്ന് അദ്ദേഹം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇവിടെ നടക്കുന്നത് അക്രമപരമായ ഒരു ഭരണമാണ്, ചൂഷണമാണ് ഇവിടെ നടക്കുന്നത്, തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു ഭരണമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഈ ഭരണ സംവിധാനം മുഴുവൻ എൻ്റെ കീഴിൽ വരുന്ന ഒരു ദീർഘവീക്ഷണം ഞാൻ കാണുന്നുണ്ട്. ഞാനത് അവിടെ എനിക്ക് അങ്ങനത്തെ ഒരു ഭരണം ഇവിടെ സ്ഥാപിച്ചുകൊണ്ട് ഇവിടെ ഒരു നീതിയുടെയും ധർമ്മത്തിൻ്റെയും ന്യായത്തിൻ്റെയും ഒരു ഭരണം സംവിധാനം, ഈ തകർത്തറിയപ്പെട്ട കാർഷിക രംഗത്തെ ഒന്ന് പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഭരണ സംവിധാനം ഇവിടെ എനിക്ക് കൊണ്ടുവരണമെന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ എൻ്റെ ഈ രാജ്യത്തിൻ്റെ പിതാവായ നേതൃത്വമായ അങ്ങയുടെ അഭിപ്രായം എന്താണെന്നാണ് ചോദിച്ചത്. അല്ല, സ്വന്തം വാപ്പയല്ല. അബു എന്ന് കേൾക്കുമ്പോഴത്തേന് സ്വന്തം വാപ്പ. ഇതൊക്കെ സ്വന്തം വാപ്പയും സ്വന്തം മക്കളൊക്കെ വരുന്നത് സ്വാർത്ഥതയിൽ നിന്ന് വരുന്ന വ്യാഖ്യാനങ്ങളാണ്. ഒരു പ്രവാചകനൊന്നും സ്വന്തമല്ല. അവരുടെ സ്വന്തം എന്ന് പറയുന്നത് അവരുടെ സമൂഹമാണ്. അവരുടെ സ്വന്തം പിതാവ് എന്ന് പറയുന്നത് സ്വന്തം വാപ്പയല്ല. ഇവരുടെ പ്രാർത്ഥനയെന്നൊക്കെ അത് ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, പ്രവാചകന്മാരൊക്കെ വളരെ ചുരുങ്ങിപ്പോയി. എനിക്കൊരു കുട്ടി ഉണ്ടായെങ്കിൽ എത്ര നന്നായിരുന്നു, എനിക്കൊരു കുട്ടി. ബിൽഗ്രേറ്റ്സിനാണെങ്കിൽ അയാളുടെ സ്വത്ത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അയാൾക്കൊരു മകനുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കണ പോലെയാണ്. അങ്ങനത്തെ ചിന്തിക്കുന്ന ആളല്ല അമ്പിയാക്കന്മാര്. അവരുടെ മക്കൾ എന്ന് പറയുന്ന ഈ ദൗത്യം ഏറ്റെടുക്കുന്ന മക്കളാണ്. അതാണ് അവരുടെ മക്കള്, സമൂഹത്തിന്റെ മക്കളാണ് അവർ. അത് നമ്മളല്ല അഭിനവ് ഞാൻ വിശദീകരിച്ച് പലപ്പോഴും ഞാൻ പറഞ്ഞത്, സമൂഹത്തിന്റെ മക്കളാണ് അവര്, സ്വന്തം കുട്ടികളല്ല. അത് ഞാൻ പറയല്ലേ, ഇവിടുത്തെ CH ഒക്കെ അങ്ങനെ തന്നെ വിളിച്ചത്. യാ അഭിനാഷാബ്, സമുദായത്തിന്റെ മക്കളെയാണ് വിളിച്ചിരുന്നത്. യാ അഭിനാഷാബ് എന്ന സ്വന്തം മക്കളല്ല. നേതാക്കന്മാരും രാഷ്ട്രത്തലവന്മാരും പ്രവാചകന്മാരും അങ്ങനത്തെ മഹത്തുക്കളൊക്കെ മക്കളെ എന്ന് വിളിച്ചാൽ രാജ്യത്തിന്റെ മക്കളാണവർ, അല്ല സ്വന്തം കുട്ടികളല്ല. എനിക്കൊരു കുട്ടി ഉണ്ടായെങ്കിൽ DNA-യിൽ എൻ്റെ രക്തത്തിൽ പറഞ്ഞ എൻ്റെ DNA-യിൽ ജനിച്ച എനിക്കൊരു കുട്ടി, എൻ്റെ മുതൽ ഏറ്റെടുക്കാൻ എനിക്കൊരു കുട്ടിനെ വേണമെന്ന ഇബ്രാഹിമും അതുപോലെ സക്കരിയൊക്കെ ആവശ്യപ്പെട്ടതെന്നാണ് ഇവരെ എഴുതി വെച്ചിരുന്നത്. അവരൊക്കെ വളരെ ചുരുങ്ങി പോവുകയാണ് നമ്മുടെ അങ്ങനെ കാണുമ്പോൾ. പ്രവാചകന്മാരുടെ പ്രാർത്ഥന അതല്ല, ഈ ദൗത്യം ഏറ്റെടുക്കാനുള്ള മക്കളാണ്. അപ്പോഴാണ് ഈ ഖുർആനിന്റെ ആശയ വിശാലത വരികയുള്ളൂ. ഇവര് അബിനാ എന്ന് പറയുമ്പോഴത്തേന് സ്വന്തം കുട്ടികൾ, ഇബിൻ എന്ന് പറയുമ്പോഴത്തേന് സ്വന്തം കുട്ടി, അബു എന്ന് പറയുമ്പോഴത്തേന് സ്വന്തം വാപ്പ. ഞാൻ ചോദിച്ചു, അബൂക്കും ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഈ അറബികളെ വാപ്പയായിരുന്നു ഇബ്രാഹിം അല്ലല്ലോ. ഇല്ല, ഇവരുടെ ചരിത്രത്തിൽ തന്നെ അല്ലേ മില്ലത്ത് അബീക്കും ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ആരാ? അറബികളെ വാപ്പൻ അല്ലല്ലോ. എത്രയോ തലമുറ 10,2500 വർഷങ്ങൾ അപ്പുറത്താണ്. എങ്ങനെ സ്വന്തം വാപ്പയാണത്? ആശയത്തിന്റെ പിതാവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ അസ്വാജും അഭിനാവും ഉമ്മഹാത്തും ഒക്കെ മനസ്സിലാവുള്ളൂ. അബത്ത് എന്ന് പറയുമ്പോൾ നേരെ വാപ്പല്ല. അപ്പോഴാണ് ഈ മറ്റേ ഈ സെയ്ദിന്റെ കല്യാണമൊക്കെ വരുന്നത്. സെയ്ദ് മറ്റേ വെള്ളം കെട്ടിയെന്ന്, ആര്? സൈനബാന് കാല് കണ്ടിട്ട് കെട്ടിയെന്നല്ലേ. ശരിക്ക് അവിടെ അതിവയ്യാന്ന് പറഞ്ഞാൽ ഈ ഫലമ്മ കലാ സെയ്ദുൻ വതറൻ, ഈ തൻ്റെ അസുവാജ്, തൻ്റെ ഒരു സഹോദര സമൂഹം, ഒരു പുതിയ മെസ്സേജുമായി ഒരു പ്രബോധകൻ വന്നു. ആ പ്രബോധകന്റെ കൂടെയുള്ള ആ സൗജ്, ആ സമൂഹം സഹോദര സമൂഹമാണത്, ഭാര്യയല്ല. ആ സഹോദര സമൂഹം കൂടി തനിക്ക് ആവശ്യം വർദ്ധിച്ചപ്പോൾ, വത്രം എന്ന് പറഞ്ഞാൽ ആവശ്യം വർദ്ധിച്ചതായി കണ്ടപ്പോൾ അള്ളാഹു പറഞ്ഞു സൗവജിനാക്ക, എന്നാ ആ സമൂഹത്തെയും കൂടി നിന്റെ ഇണയാക്കിക്കോന്ന്, എന്നാ നിന്റെ പ്രവർത്തന രംഗത്ത് നിനക്ക് സഹായകമായി മാറും. അതാണ് അതിവയ്യ എന്ന് പറഞ്ഞതാണ്. ഒരു ദഅവത്തുമായി വന്ന ഒരു ലീഡർ, ഒരു പ്രബോധനവുമായി വന്ന ഒരു ലീഡറാണ് അതിവയ്യ. അതാണ് ദുആ, ദഅവത്ത്, ദാവി, അതിവയ്യ. എങ്ങനെ പോറ്റുപുത്രൻ എന്ന് പറയാം? പോറ്റുപുത്രന് തബന്ന എന്നാ പറയാം. തബന്ന ഇബിനാക്കുക, മകനാക്കി വളർത്തുക, അതിന് അറബിയിൽ തബന്ന എന്നാ പറയാം. അതിവയ്യ, ദുആ, ദാവി, അതിവയ്യ എന്ന് പറഞ്ഞാൽ ദഅവത്ത് നടത്തുന്നവന്ന. അപ്പൊ ഒരു പുതിയ ന്യൂ മെസ്സേജുമായി പ്രബോധനവുമായി വന്ന ഒരു ലീഡറും അയാളുടെ സമൂഹവും തൻ്റെ കൂടെ കൂടി കിട്ടിയാൽ അവരുടെ ആവശ്യം കൂടി പ്രവാചകന് സെയ്ദുൻ വർദ്ധിച്ചപ്പോൾ എന്ത് ചെയ്തു? അല്ലാഹു സൗവജിനാക, ആ സമൂഹത്തെ കൂടി നബിയുടെ ഇണയാക്കി കൊടുത്തു. അതാണ് നബിയുടെ അസ്വാജ് എന്ന് പറയുന്നത്. അല്ലാതെ നബിയുടെ പെണ്ണുങ്ങളല്ല.
കെട്ടിയോളല്ല. ഇത് നബിയുടെ കെട്ടിയോളെയും പാപ്പാടിയും കുട്ടികളെയും വർത്താനം പറയേണ്ട കിതാബല്ലത്. ഇത് ലോകത്തിന് മാർഗദർശനമായ കിതാബാണ്. ഇതൊരു പ്രവാചകന്റെ കെട്ടിയോളെയും കുട്ടികളെയും വർത്താനം പറയേണ്ട ഗ്രന്ഥമല്ല. ഓല് കക്കൂസി പോയത് പറയേണ്ട ഗ്രന്ഥമല്ല. ഓല് ഒപ്പം കടന്ന പറയേണ്ട ഗ്രന്ഥമല്ല. അതൊക്കെ അഹിൽ സുന്നത്തിലേക്ക് ആയിക്കോട്ടെ. ഓല് ഒപ്പം കടന്ന കഥയൊക്കെ ഓലെ എങ്ങനെ കടന്നിരുന്നതെന്ന് എന്നിട്ട് അതും വിശദീകരിച്ച് നടക്കുകയാണ്. നബി പെണ്ണുങ്ങൾ എങ്ങനെ കടന്നിരുന്നത് ഈ 2 മണിക്കൂർ. എന്നിട്ട് ഒരു കാസറ്റ് കെട്ടി ഞാൻ അന്തം വിട്ടുപോയി. നബിയുടെ മാതൃക അതിലാത്തല്ല. ഈ 2 മണിക്കൂറിൽ നബിക്ക് ഒരു കേരളത്തിലെ ഒരു ബുദ്ധിജീവിയാണ്. ഞാൻ ഈ സമൂഹം നയിക്കുന്ന ഒരു സമൂഹത്തിന് എങ്ങനെ മാർഗദർശനം കിട്ടുമെന്ന് അവൻ്റെ സൈഡിൽ ഇപ്പോൾ എല്ലാവരും കാസറ്റിലുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ സംവാദ വീരനും ബുദ്ധിജീവിയൊക്കെ ആയിട്ട് അറിയപ്പെടുന്നതാണ്. എന്നിട്ടൊരു ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാണ്. നബിക്ക് 2 മേന്മകളാണല്ലോ നിങ്ങളുടെ ഹദീസിൽ പറയുന്നത്. ഒന്ന് ഈ 2 മണിക്കൂറിൽ അദ്ദേഹത്തിന് ലൈംഗികമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നു. 2 ശത്രുവിനെ ഒരൊറ്റ അടിക്ക് വീഴ്ത്താനുള്ള ശക്തി നബിക്കുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അതിനുള്ള മറുപടി എന്താണോ? 600, 700, 800 കോടിയോളം കേരളത്തിൽ ഉത്തേജന മരുന്നിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. ആ രംഗത്ത് മുഹമ്മദ് നല്ല അതൊക്കെ കേട്ട് ചിരിച്ചു പോകാൻ തമാശല്ലേ. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അയാളുടെ CD കണ്ടു. ഇപ്പൊ ഏറ്റവും അടുത്ത് നടന്നൊരു CD ആണ്. എന്നിട്ട് എല്ലാവരും മൊബൈലിൽ വെച്ചിട്ട് കാണാം നബി ആ രംഗത്ത് നല്ല മാതൃകയാണ്. ഏതാ മാതൃകയാണോ? ഈ 2 മണിക്കൂർ കൂടുമ്പോൾ പോവുക, 10-11 കെട്ടുക. ഇത് ഏറ്റവും നല്ല. അതുകൊണ്ട് ഉത്തേജന മരുന്നുകൾക്ക് ആവശ്യം വരില്ലാന്ന് നബിയുടെ മാതൃക പിന്തുടർന്നാൽ. ഭയങ്കര തോന്നിയാസം കേട്ടില്ല അള്ളാന്റെ റസൂലിനെ കുറിച്ച് പറയുന്നത്. ഇതൊക്കെ ഒരു സമൂഹം കേട്ട് ചിരിച്ചു പോകാനല്ലോ. ഭയങ്കര അത്ഭുതമാണ്. ഒരു സമൂഹത്തിന് എങ്ങനെ മാർഗദർശനം കിട്ടുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എങ്ങനെ ഒരു സമൂഹം നേരാവും? അവരുടെ തന്നെ ഒരു മഹാനായ വ്യക്തിയെക്കുറിച്ച് ഇത്രയും ഇകഴ്ത്തി പറയുകയും അത് കേട്ട് ചിരിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന് മാർഗദർശനം വളരെ വിദൂരത്താണ്. അതിവിദൂരമാണ് ആ സമൂഹത്തിന്റെ മാർഗദർശനം. കിട്ടാൻ പ്രയാസമാണ്. അപ്പൊ ഞാൻ വിഷയത്തിലേക്ക് വരാം. നഹ്നു നഖുസ്സു അലൈക ഇത് കാല യൂസുഫ് ലി അബീഹി. യൂസുഫ് തന്റെ പിതാവിനോട്, പിതാവ് എന്ന് പറഞ്ഞ ആ രാജ്യത്തിന്റെ, ആ നേഷന്റെ, ഫാദർ ഓഫ് നേഷൻ, ആ സമൂഹത്തിന്റെ നേതൃത്വത്തോട് ചെന്ന് പറയാണ് അദ്ദേഹം, യാ അബത്തി ഇന്നി റായിത്തു, ഞാനിവിടെ കാണുന്നു. അത് അയാളുടെ വീക്ഷണമാണ്, സ്വപ്നമാണെന്ന് പറഞ്ഞു. രാത്രി കാണുന്ന കിനാവല്ല, ഞാൻ കാണുന്ന എൻ്റെ വീക്ഷണം. എനിക്കൊരു വ്യൂ ഉണ്ട്, എനിക്കൊരു വിഷൻ ഉണ്ട് ഇവിടെ, എനിക്കൊരു ദീർഘവീക്ഷണമുണ്ട് ഇവിടെ. എന്താണത്? അഹദാശറ കൗകബൻ, ഈ ഒറ്റ സമൂഹമായി കഴിയുന്ന ഇവരും. അതാണ് അഹദാശറ. എൻ്റെ വ്യാഖ്യാനമൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം, അർത്ഥം പറഞ്ഞു പോവുക. അഹദാശറ, ഇവിടെ ഒറ്റ സമൂഹമായി കഴിയുന്ന ഇവരും. അഷറ എന്ന് പറഞ്ഞാൽ ഒരുപോലെ പെരുമാറുന്ന, നല്ലൊരു സഹോദരത്വത്തോടുകൂടി ജീവിക്കുന്ന ഈ ഒറ്റ സമൂഹമായി ജീവിക്കുന്ന ഇവരും. വശംസ, ഇവിടെ വൽ കമറ, ഈ രാജ്യത്തിന്റെ സ്വേച്ഛാധിപതിയായി വിലസുന്ന ഇവിടുത്തെ ഭരണാധികാരിയും ലീഡർമാരും, അവിടുത്തെ ആ ഭരണത്തിന്റെ സാറ്റലൈറ്റ് ആയിട്ട് അവരുടെ പിണിയാളായിട്ട് നിൽക്കുന്ന അവിടുത്തെ കമറും എൻ്റെ കീഴിൽ വരുന്ന ഒരു സ്വപ്നം ഞാൻ കാണുന്നുണ്ട്. അതാണ് അവിടുത്തെ ഷംസും കമറും. ഇവർക്ക് ഷംസുൽ ഉലമ എന്ന് പറയാം, പക്ഷെ ഖുർആൻ അങ്ങനത്തെ ഒരു സാഹിത്യം ഉപയോഗിക്കാൻ പാടില്ലാത്ത. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റഅയ്തുഹും എന്ന് പറഞ്ഞാൽ അവർ മനുഷ്യരാണ്. ഈ കാണുന്ന സൂര്യനും ചന്ദ്രനുമല്ല, ആകാശത്ത് കാണുന്ന സൂര്യനും ചന്ദ്രനുമല്ല. ഈ രാജ്യത്ത് ശംസായി വിലസുന്ന, കമറായി വിലസുന്ന ഇവരും, ഈ രാജ്യത്തൊരൊറ്റ സമൂഹമായി സഹവർഗത്തോടുകൂടി ജീവിക്കുന്ന ഇവരും എൻ്റെ കീഴിൽ വന്നുകൊണ്ട് ഒരു നീതിയുടെയും ധർമ്മത്തിൻ്റെയും ഭരണം നടത്തി എൻ്റെ കീഴിൽ വരുന്ന, എനിക്ക് സാജിദായിട്ട് എനിക്ക് സുജൂദ് ചെയ്യുന്ന ഒരു ദീർഘവീക്ഷണം ഞാൻ കാണുന്നു. എന്താണ് അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? എന്നാ അങ്ങനെ ആയിക്കൂടെ എന്നാ ചോദിക്കണത്. അതാണ് ഷംസും കമറും. സഭയിലെ രാജ്ഞി ഹുദുഹുദ്, മോസ്റ്റ് ഗൈഡഡ്, ഏറ്റവും കൂടുതൽ മാർഗദർശനം കിട്ടിയ സുലൈമാന്റെ കൊട്ടാരത്തിലെ ഒരു സൈന്യ നായകനുണ്ടായിരുന്നു. ഇവർ പറയണം മരക്കൊത്തി. ആയിക്കോട്ടെ, മരക്കൊത്തിയെങ്കിൽ മരക്കൊത്തി, നീ അവിടെ തർക്കിക്കണ്ട. മരക്കൊത്തിയെങ്കിൽ മരക്കൊത്തി. ഹുദുഹുദ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിദായത്ത് ഏറ്റവും കൂടുതൽ കിട്ടിയ ആളുന്ന, മോസ്റ്റ് ഗൈഡഡ്, നല്ലവണ്ണം മാർഗദർശനം കിട്ടിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു സുലൈമാന്റെ പട്ടാളത്തിൽ, സുലൈമാന്റെ കീഴിൽ. അതേതായിട്ട് മരക്കൊത്തിയെങ്കിൽ മരക്കൊത്തി. വന്നിട്ട് പറയാ, ഇന്നി വജത്തുഹാ വ ഖൗമഹ, അവളെയും അവളുടെ ജനതയെയും ഞാൻ കാണുന്നു. യസ്ജുദൂന ലിശംസി മിൻ ദൂനി റഹ്മാനി, ദൈവികമായ വ്യവസ്ഥിതിക്ക് അവർ കീഴ്പ്പെടാതെ, അതിന് വഴിപ്പെട്ട് ജീവിക്കാതെ, നീതിയുടെയും ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും വ്യവസ്ഥിതി പിന്തുടരാതെ, അവിടുത്തെ സ്വേച്ഛാധിപതിയായ അവിടുത്തെ ഷംസിന് കീഴടങ്ങി ജീവിക്കുന്ന ഒരു സമൂഹത്തെയും അവളെയുമാണ് ഞാൻ കണ്ടത് എന്ന് പറയുന്നു. വന്ന് പറഞ്ഞു കൊടുക്കണം. ഞാൻ ചോദിച്ചു, മരക്കൊത്തിയാണെങ്കിൽ എങ്ങനെ കൊക്കോണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ ഞാൻ കാണുന്നുണ്ട് കൊക്കോണ്ട്. എന്താ പിന്നെ ഈ ഇതിലെ കഥാപാത്രങ്ങളൊക്കെ മനുഷ്യരാണ്. ഇതിലെ ഷംസും കമറും ഹിമാറും കൽബും നായും പട്ടിയും ഉറുമ്പും തേനീച്ചയും ഒക്കെ മനുഷ്യരാണ്. കല്ലും ഒക്കെ മനുഷ്യരാണ്. ഇതിലെ കഥാപാത്രങ്ങളൊക്കെ മനുഷ്യരാണ്, അല്ലാതെ വേറെ ആരുമല്ല. അവിടേക്ക് നമ്മൾ ചിന്തിച്ചെത്തണം. ഇതിലൊക്കെ കഥാപാത്രങ്ങളൊക്കെ മനുഷ്യരാണ്. അവരുടെ സ്വഭാവത്തിന്റെ വൈവിധ്യങ്ങൾക്കനുസരിച്ച് ഓരോ ഇട്ട പേരുകളാണ്.
ഇതൊക്കെ അറിയാണ്. ഹിജാറത്ത് എന്ന് പറഞ്ഞാൽ കല്ല് പോലെ ഉറച്ച മനസ്സുള്ള ആളുകളാണെങ്കിൽ അവർ ഹിജാറത്താണ്, കല്ലാണ്. കഴുതകളെ പോലെ പറഞ്ഞതൊന്നും കേൾക്കാതെ പിന്തിരിഞ്ഞു പോകുന്ന, വേദം കൊണ്ട് ഒരു പ്രയോജനവും കിട്ടാത്ത സ്വഭാവവിശ്വാസത്തിൽ കഴിയുന്ന സമൂഹത്തെ കഴുതകളാണ് അവർ. എന്ത് കൊടുത്താലും അവരുടെ ബാധ്യതകൾ ഏൽപ്പിച്ചാലും ഒന്നും ചെയ്യാതെ കിതച്ചുകൊണ്ട് കഴിയുന്ന ആളുകളെ പോലെ കഴിയുന്ന ആളുകൾ നായ്ക്കളാണ് അവർ. അതാ പറഞ്ഞത്, ഇവരൊക്കെ കഥാപാത്രങ്ങൾ മനുഷ്യരാണ്. ആ തലത്തിൽ നിന്നുകൊണ്ട് ഖുർആനെ വ്യാഖ്യാനിക്കണം. ഇതിലും വേറെ ഒന്നുമല്ല, ഇതിലെ കഥാപാത്രങ്ങളൊക്കെ മനുഷ്യരാണ്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്, ഷംസ് ഖമർ അതാണല്ലോ. ആ സാഹത്ത് അടുത്താൽ വൻഷക്കൽ ഖമർ, ഖമർ പൊട്ടിത്തകരും. അതാണ് സൂറത്തുൽ ഖമർ. ഖമർ പൊട്ടിത്തകരും. ആ സാഹത്ത് എന്ന് പറഞ്ഞാൽ ഈ പ്രബോധനവും ഈ ആശയവും വിജയിക്കുന്ന ആ നിമിഷം. നീ അന്ത്യദിനായിക്കോട്ടെ എന്തായിക്കോട്ടെ, അവിടെ തർക്കിക്കണ്ട. ഇവിടെ ഞാൻ പറയുന്ന അസാഹത്താണ്. അസാഹത്ത് എന്ന് പറഞ്ഞാൽ ഈ പ്രബോധനത്തിന്റെ പൂർണ്ണതയിലെത്തുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ ആ സമൂഹത്തിലുണ്ടായിരുന്ന അക്രമികളായ ഭരണാധികാരികൾ മുഴുവൻ പൊട്ടി തകർന്ന് തരിപ്പണമാകും. അങ്ങനെ തകർത്തും തരിപ്പണമായ ഒരു ചരിത്രമാണ് സൂറത്തുൽ ഖമറിലൂടെ ഉടനീളം വിവരിക്കുന്നത്. ആ സൂറത്തുൽ ഖമർ ഒന്ന് വായിച്ചു നോക്കുക. ആദ്യം മുതൽ അവസാനം വരെ ഓരോ പ്രവാചകന്മാരുടെയും പ്രബോധനത്തിന്റെ പാരമ്പര്യയിലെത്തുമ്പോൾ, ആ സാഹത്ത് എത്തിപ്പെടുമ്പോൾ, അവിടുത്തെ ഭരണാധികാരികളായ അക്രമികളായ ചൂഷകന്മാരായ സ്വേച്ഛാധിപതികളായ ഖമറുകളൊക്കെ പൊട്ടി തകർന്ന ചരിത്രമാണ് അവിടെ സൂറത്തുൽ ഖമർ മുഴുവൻ വിവരിക്കുന്നത്. ഇവർ പറയുന്നത് ആ സൂര്യൻ പൊട്ടി വീണു, ആ ചന്ദ്രൻ പൊട്ടിയത് നോക്കി നടക്കുക. ഇതിൽ പറയുന്ന ചന്ദ്രനും ഷംസുമൊക്കെ സ്വേച്ഛാധിപതികളും ഏകാധിപതികളും അവർക്ക് പിണിയാളുകളായി അവർക്ക് പിന്തുണയുമായി നിൽക്കുന്ന അവർ ഭരണാധികാരികളും ഒക്കെ എനിക്ക് കീഴിൽ വരുന്ന, എന്റെ നീതിയുടെയും ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും ഈ ദൈവികമായ വ്യവസ്ഥിതിക്ക് കീഴിൽ വരുന്ന ഒരു ദീർഘവീക്ഷണം ഞാൻ കാണുന്നു. എന്താണ് പിതാവേ അങ്ങയുടെ അഭിപ്രായം? എന്തുണ്ട് നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ? അതിന് അപ്പൊ പറയുന്നത് എന്താണ് അദ്ദേഹം? കാലയാ ബുനയ്യ സാജിദീൻ, എനിക്ക് സുജൂദ് ചെയ്യുന്നതായി. സുജൂദൊക്കെ ഈ സുജൂദല്ല. ഖുർആനിൽ ഞാൻ പറഞ്ഞു എവിടെ നിങ്ങളെ സുജൂദ്? ഒരൊറ്റ ആയത്തിൽ പറഞ്ഞാൽ മതി. ഈ ആയത്ത് ഇന്നത്തെ തല നെറ്റി തറയിൽ വെക്കുന്ന ഈ സുജൂദ് ജീവിതം തന്നെ സമർപ്പിക്കാണ്. ഫുള്ളി മുഴുവനായിട്ടും ഒരു അതോറിറ്റിക്ക്, ഒരു അധികാരിക്ക് തന്റെ ജീവിതം സമ്പൂർണമായിട്ട് സമർപ്പിക്കുക. അതാണ് സുജൂദ്. അതാണ് സുജൂദ്. സാജിദീൻ, അതാണ് തഖല്ലുബുക ഫി സാജിദീൻ എന്ന് നബിയെ കുറിച്ച് പറഞ്ഞത്. ഇവരെന്താ ചെയ്യണം? നബി സുജൂദിൽ പോയി വരുന്നത് ഞാൻ കാണുന്നുണ്ട്. തലകുത്തുന്നതും അവിടുന്ന് കേട്ടു. തലകുത്ത് എവിടെ? അട്ടിമറിയാണ്. 2-3 അട്ടിമറിയാണ്. സൂറത്ത് ഷൂറയിലെ അവസാനത്തെ ആയത്താണത്. അല്ലതി അള്ളാഹു നിന്നെ കാണുന്നു, ഹീന തഖൂമു, നീ ജനങ്ങളുടെ പ്രശ്നത്തിന് വേണ്ടി സന്നദ്ധമായി ഇറങ്ങുമ്പോഴും, നീ പോയി വരുമ്പോഴും, ഫിസാജിദീൻ, സുജൂദ് ചെയ്യുന്ന ആളുകൾക്കിടയിലൂടെ അള്ളാഹുവിന്റെ വ്യവസ്ഥിതിക്കും മാർഗനിർദ്ദേശങ്ങൾക്കും തങ്ങളുടെ ജീവിതം സമ്പൂർണ്ണമായി സമർപ്പിച്ച് കഴിയുന്ന ആളുകളിലൂടെ അവരുടെ പ്രശ്നത്തിന് വേണ്ടി നീ സഞ്ചരിക്കുമ്പോൾ നിന്റെ സഞ്ചാരത്തെയും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്. ആ ആയത്തിനെ അട്ടിമറിക്കാൻ എന്തൊക്കെ പറഞ്ഞിരിക്കണമെന്ന് വരാം. എന്തൊക്കെ അവിടെ ഹദീസ് എഴുതിക്കണമെന്നോ? നബിക്ക് ഒരു ദിവ്യ കണ്ണുണ്ടായിരുന്നു. അതുകൊണ്ട് നബി മുന്നിൽ നിന്ന് സുജൂദ് ചെയ്യുന്ന ആളുകളുടെ പോക്കുവരവ് നബി കാണുന്നുണ്ട്. നബി മുന്നിൽ നിന്നിട്ട് നബിക്കൊരു ദിവ്യമായ ആ ആയത്തിന്റെ വ്യാഖ്യാനം, ഈ ഇവിടുത്തെ സാമ്പ്രദായിക വ്യാഖ്യാനം ഏതെങ്കിലും പരിഭാഷ എടുത്ത് നിങ്ങൾ വായിച്ചാൽ മതി. അവിടെ എഴുതിയിട്ടുണ്ട്. എന്നാൽ നബിക്ക് ദിവ്യമായ ഒരു കണ്ണുണ്ടായിരുന്നു. അതുകൊണ്ട് നബി മുന്നിലാണ് ഇമാമ് നിൽക്കണമെങ്കിലും പിന്നിലെ അണികൾ സുജൂദിലേക്ക് പോയി വരുന്നത് നബി ആ അകക്കണ്ണുകൊണ്ട് കാണുന്നുണ്ട് എന്നാണ്. അവരുടെ പോയി വരവല്ല, നബിയുടെ പോയി വരവാണ്. നബിയാണ് സഞ്ചരിക്കുന്നത്. ആരിലൂടെ? അള്ളാഹുവിന്റെ ആശയങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചവരിലൂടെ നബി പോയി വരികയാണ്. അതാ നബി ആ നബിയുടെ സഞ്ചാരത്തെയാണ് അള്ളാഹു കാണുന്നുണ്ട് എന്ന് പറഞ്ഞത്. അതാ കാണുന്നുണ്ട് എന്ന് പറഞ്ഞത്. അത് 215 ആയത്തിൽ പറഞ്ഞിട്ടാണ് 217 ഈ ആയത്തിൽ പറയുന്നത്. 215 ആയത്തിൽ എന്താണ്? സൂറത്ത് ശൂറയില് നിന്റെ ചിറകിനെ നീ താഴ്ത്തിക്കൊടുക്ക്. ഇവര് ചിറകിൽ തന്നെ നബിക്ക് ചിറകുണ്ടെന്ന് എഴുതും. അന്തല്ല എഴുതും. എന്തുകൊണ്ടാണ് എഴുതാത്ത? എവിടെയെങ്കിലും ഉണ്ടാവും ചിലപ്പോൾ ഒരു ഹദീസ് നബിക്ക് ചിറകുണ്ടായിരുന്നു. ജനാഹക, നിന്റെ ചിറകിനെ നീ താത്തി കൊടുക്ക്. ആർക്ക്? ലിമനിത്തബഅക, നിന്നെ പിന്തുടരുന്ന മിനൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് നീ നിന്റെ ചിറകിനെ, കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ദയയുടെയും ചിറകുകളെ അവർക്ക് താഴ്ത്തി കൊടുക്കണം മുഹമ്മദേ നീ എന്ന് 215 വചനത്തിൽ പറഞ്ഞിട്ടാണ് പിന്നെ പറയുന്നത് എന്ത്? നീ അവരുടെ ഇടയിലൂടെ നിന്റെ സഞ്ചാരം, അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി, അവരുടെ പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾക്ക് വേണ്ടി നീ ഓടിപ്പായുന്നത് ഞാൻ കാണുന്നുണ്ട് എന്നല്ലാഹു പറഞ്ഞത്. അതിനെ അട്ടിമറിച്ചിട്ട് എന്ത് ചെയ്തു? നബി പോലെ സുജൂദിൽ പോയി വരവ് അവിടെ എങ്ങനെ ശരിയാക്കിയിട്ടും ശരിയാണില്ലേ? നബിയുടെ പോയി വരവാണ്. ആരിലൂടെ?
സാജിദീങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ ആശയങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം സമർപ്പിക്കുക. നിങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ, സുജൂദിന് എവിടെയെങ്കിലും ഇതല്ലാത്ത ഒരർത്ഥം പ്രായോഗികം തന്നെ ആവൂല. സ്വന്തം ജീവിതത്തെ അള്ളാഹുവിനെ സമർപ്പിക്കലും, ഞാൻ എവിടെ ചോദിച്ചു, സ്വന്തം ജീവിതത്തെ ദൈവത്തിന് സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കലും തൻ്റെ നെറ്റി തറയിൽ കുത്തിയിട്ട് തഴമ്പുണ്ടാക്കിയിട്ട് തനിക്ക് ഇഷ്ടം പോലെ നടക്കുന്നതും ഇത് തമ്മിൽ എത്രമാത്രം അന്തരമുണ്ട് എന്ന് നമ്മുടെ സമൂഹം തിരിച്ചറിയണം. അപ്പോഴാണ് സുജൂദ്, ഖുർആൻ പറയുന്ന സുജൂദിൻ്റെ വില അറിയുള്ളൂ. തറയിൽ നെറ്റി കുത്തി പാടുണ്ടാക്കിയിട്ട് തഴമ്പുണ്ടാക്കിയിട്ട് തനിക്ക് തോന്നിയതുപോലെ നടക്കുന്നതും തൻ്റെ ജീവിതം തന്നെ ഈ വ്യവസ്ഥിതിക്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനും തമ്മിൽ എത്രമാത്രം അന്തരമുണ്ട്. അതാണ് സുജൂദ് ചെയ്തവൻ അങ്ങനെ ആകണം. സുജൂദ് ചെയ്ത് ഈ സുജൂദ് ഇങ്ങനെ ആക്കിയപ്പോൾ ആ സമൂഹം ഇങ്ങനെയായത്. ഇത് ഇവന്റെ നിത്യ വൃത്തി പോലെ ഇവന്റെ ജീവിതത്തിൽ ഇതൊരു പാടായി മാറണം, ഒരു ചരിയായി മാറണം. ഈ വിരൽ എൻ്റെ കണ്ണിലേക്ക് വരുമ്പോൾ അറിയാതെ തന്നെ എൻ്റെ കണ്ണടയും, അത് പാടായി കഴിഞ്ഞു എന്നതുപോലെ ഒരു മനുഷ്യൻ ദുരിതം അനുഭവിക്കുമ്പോൾ അവിടേക്ക് തൻ്റെ കൈ അറിയാതെ എത്തണം. അത് ഇതിനെ സമർപ്പിച്ചുകൊണ്ട് അവൻ അതിന് പാടായി മാറണം. എപ്പോഴും ആയത്തോതല്ല, ഒരു സാധുവിനെ സഹായിക്കാൻ എന്താ അതിൽ പറഞ്ഞേക്കണം, ആയത്തോതല്ല. ഇത് ഇവന്റെ ജീവിതത്തിൽ ഒരു ദിനചര്യയായി മാറണം. അത് എത്രമാത്രം എന്താ സുജൂദിന്റെ അർത്ഥം എന്ന് എൻ്റെ സമൂഹം മനസ്സിലാക്കണം. അങ്ങനെ ആവുമ്പോഴാണ് ഈ സമൂഹത്തിൽ ഉണ്ടാവുന്ന വിപ്ലവകരമായ മാറ്റം. പിന്നെ അവന് ഓരോന്നും പറയണ്ട. ഒരു സാധു വഴിയിൽ വീണ് കിടക്കുമ്പോൾ അറിയാതെ അവിടെ ഓടിയെത്തും അവൻ. സത്യം, ഒരു ന്യായം പറയേണ്ടി വരേണ്ട ഒരു സന്ദർഭം വന്ന അവൻ അറിയാതെ നീതി പറയും. അവിടെ അവന്റെ ദിനചര്യയായി മാറി അവനത്. അതാണ് ഖുർആനിന്റെ സുജൂദ്. അവിടേക്ക് ഈ സമൂഹം എത്തണമെങ്കിൽ ഇത് മാറ്റണം. നീതി അറിയാതെ പറഞ്ഞു പോകും, അതവന്റെ ദിനചര്യയായി. ആയത്തെന്താ നീതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ആയത്ത് നോക്കണ്ട, കാരണം അവന്റെ ജീവിതത്തിൽ അതൊരു ചര്യയായി മാറി. ഒരു സത്യവും അസത്യവും ഏറ്റുമുട്ടേണ്ട ഘട്ടം. അസത്യം പറഞ്ഞാൽ എനിക്കും മെച്ചങ്ങൾ ഒരുപാടുണ്ട്, പക്ഷേ ഇവന്റെ ദിനചര്യയായി മാറിയിരിക്കുന്നു സത്യമേ പറയൂ എന്നുള്ളത്. അതാണ് അവന്റെ സുജൂദ്, അതാണ് സുജൂദ്. പക്ഷേ ഇത്രമാത്രം വിശാലമായ ഒരു അർത്ഥ തലത്തിലേക്ക് ഈ സമൂഹം സുജൂദിന്റെ തലത്തിലേക്ക് എത്തണമെങ്കിൽ ഇനിയും ഖുർആനിന്റെ പഠനം ഒരുപാട് മുന്നോട്ട് പോകണം. അവിടെയാണ് ഒരു അധർമ്മം കാണുന്നിടത്ത് അവൻ ധർമ്മത്തിന്റെ കൂടെ നിൽക്കും. കാരണം അവന്റെ വേദം അവൻ അതാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അവന്റെ ചര്യയായി മാറി. ഇത് ഓരോന്നും കിതാബ് നോക്കട്ടെ. അതിനെന്താ കിതാബ് പറഞ്ഞേക്കണത്? കിതാബ് പറയണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഗുളിക 3 നേരം കഴിക്കാതെ 1 നേരം വായിച്ചാൽ മതി. പിന്നെ 3 നേരം ഗുളിക കഴിച്ചാൽ മതി. 8 മണിയായ ഗുളിക തന്നെ എടുത്ത് കഴിച്ചാൽ മതി. 8 മണിക്കാ 6 മണിക്കാ പറഞ്ഞേക്കണം. ദിവസേന നോക്കുക. ഇതിൽ പറയുന്നത് സുജൂദ് സമർപ്പണം ജീവിതത്തിലുടനീളം അവനായി കഴിഞ്ഞാൽ ഇവന്റെ ജീവിതത്തിൽ അവിടേക്ക് ഈ സമൂഹത്തിന്റെ സുജൂദ് എത്തണം. ഇതിലെ ശംസും കമറും, ഇതിലെ സുജൂദും, ഇതിലെ ജബലും മലയും ഒക്കെ മനുഷ്യന്മാരായിട്ട് കാണണം. അല്ലാതെ മലയായിട്ട് കാണരുത്. അപ്പോഴാണ് മലമ ഖുർആൻ ഇറങ്ങിയ മല പൊട്ടി തകരെന്ന് പറയുമ്പോൾ അറിയാത്തത്. എന്താ മല പൊട്ടി തകര്? ലൗ അൻസൽനാ അലാ ഹാദൽ ഖുർആൻ അലാ ജബലിൻ. അത്രയും സ്ട്രോങ് ആയ ഒരു മനുഷ്യനിലാണ് ഈ ഖുർആൻ അവതരിപ്പിക്കുന്നതെങ്കിലെന്നാണ്. അത്രയും സ്ട്രോങ് ആയ കാർക്കശ്യക്കാരനും ക്രൂരനുമായ ഒരു മനുഷ്യനിൽ ഈ ഖുർആൻ ഇറങ്ങിയാൽ പോലും അവനിൽ കാരുണ്യത്തിന്റെ നീരുറവുകൾ അവനിൽ നിന്ന് പൊട്ടി ഒഴുകും എന്നാ പറയുന്നത്. അതാണ് മൂസയോട് പറഞ്ഞ ജബലും. അതാണ് ആ ജബലിലേക്ക് നോക്ക്, ആ ജബൽ അവിടെ നിൽക്കുമെങ്കിൽ എന്ന് പറഞ്ഞത്. ആ ജബൽ ഫിറൗനാണ്. അതാണ് അൽ ജബൽ. നിനക്ക് എന്നെ കാണണമെന്ന് ചോദിച്ചതില് അള്ളാനെ കാണണമെന്ന്. ഈ അള്ളാഹു എന്ന് പറയുമ്പോൾ മൂസാ നബി ഈ ശംസും കമറും ഇതൊക്കെ ഉപരിപ്ലവമായിട്ട് വസ്തുക്കളായിട്ട് മനസ്സിലാക്കിയാൽ ഈ ഖുർആൻ മനസ്സിലാകാൻ പ്രയാസമാണ്. അതാണല്ലോ മൂസാ നബി പറഞ്ഞത് എനിക്ക് അള്ളാനെ കാണണമെന്ന് പറഞ്ഞത്. ആ കസേരയിൽ ഇങ്ങനെ 4 മലക്കുകൾ ഇങ്ങനെ വീശി കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുക. അവൻ ഇടക്കിടക്ക് ഇങ്ങനെ കയറും ഇറങ്ങും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയായിട്ട് അള്ളാനെ കണ്ടപ്പോഴാണ് അള്ളാഹ് എനിക്ക് എന്നെ കാണണമെന്ന് മൂസാ നബി പറഞ്ഞപ്പോൾ അനക്കെന്നെ കാണാൻ പറ്റൂല എന്ന് പറഞ്ഞത്. അനക്കെന്നെ കാണാം, നിനക്കെന്നെ കാണാം. ആ അള്ളാഹു എന്ന് പറയുന്നത് അവന്റെ വ്യവസ്ഥിതി ഇവിടെ നിന്ന് നടപ്പായി കാണണമെന്നുള്ള ആ പ്രവാചകന്റെ ആഗ്രഹമാണത്. എനിക്ക് ഈ വ്യവസ്ഥിതി ഇവിടെ ഒന്ന് നടപ്പായി. അപ്പോഴാ പറഞ്ഞത് ആ മല അവിടെ ഉറച്ചു നിൽക്കുന്നത് നീ നോക്കുന്നു. ഏതാണ് ആ മല? ഫിറൗനാണ്. ജബൽ, അൽ ജബലാണ്. ആ അൽ ജബലാണത്. അപ്പൊ ഇതിലെ സിംഹാസനവും ഇതിലെ മലയും ഇതിലത്തെ കഴുതയും ഇതിലത്തെ പട്ടിയും ഇതിലത്തെ ശംസും ഇതിലത്തെ കമറും മനുഷ്യരുടെ സ്വഭാവങ്ങളിലുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് അവർക്ക് കൊടുക്കുന്ന പേരുകളാണ്, അവർക്ക് കൊടുക്കുന്ന വിശേഷണങ്ങളാണ്.
അങ്ങനെ മനസ്സിലാക്കുമ്പോഴേ ഈ ഖുർആനിന്റെ ആശയ വിശാലത മനസ്സിലാവുള്ളൂ. അല്ലാതെ ഇപ്പൊ അള്ളാന്റെ പിന്നെ ബിൽക്കീസിന്റെ കൊട്ടാരം ഇങ്ങനെ കൊണ്ടുവന്നു ഇഫ്രീത്ത് എന്ന ജിന്ന് എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു കൊട്ടാരം ഇങ്ങനെ ആകാശത്തെ കൂടി ജിന്നിനോട്ട് കാണൂല നമ്മളെ കണ്ണുകൊണ്ട്. അപ്പൊ പിന്നെ നമ്മളെ ചിന്ത എന്താണോ, ഒരു കൊട്ടാരം ഇങ്ങനെ വരിക, അവിടെ അവരുടെ അരിശി എന്ന് പറയുന്നത് അവരുടെ ആ അധികാരമാണ്. സഭയിലെ രാജ്ഞിയുടെ അധികാരമാണത്. ആ അധികാരമാണ് തനിക്ക് കീഴ്പ്പെടുന്നത് കാണുന്നത്. അങ്ങനെ ചിന്തിച്ചു നോക്കാണേ. നേരെ മറിച്ച് ഇവർ പറയുന്ന വ്യാഖ്യാന പ്രകാരം തന്നെയാണ് ഞാൻ എപ്പോഴും എൻ്റെ സഹോദരങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെ പല പ്രസംഗങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ ഒരു കസേര എടുത്തിട്ട്, ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ കസേര നമ്മളിൽ കൊണ്ടുവന്നു ഒരു ജിന്നിനെ വിട്ടിട്ട്, ഇവിടെ ഇന്ത്യൻ പ്രസിഡന്റ് അതിലിരുന്നു, അമേരിക്കയുടെ പ്രസിഡന്റ് ആകും നമ്മൾ. എന്ന പോലെ സഭയിന്റെ ആ കസേര എടുത്തിട്ട് ജിന്നിയുടെ ഇഫ്രീത്ത് എന്ന ജിന്നിനെ കൊണ്ടുവന്ന് അതിൽ സുലൈമാൻ നബി ഇരുന്ന ആ സഭയിന്റെ രാജ്യത്തിന്റെ അധികാരി സുലൈമാനാകുമോ? നേരെ മറിച്ച് ആ അരിശ് എന്ന് പറയുന്നത് അവരുടെ അധികാരമാണ്. അതിന് എത്രമാത്രം കിതാബ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ആ കൊട്ടാരത്തിനെ കുറിച്ചുള്ള വർണ്ണന കേട്ടാൽ നിങ്ങൾ കന്തം വിട്ടുപോകും. ആ സിംഹാസനത്തിന്റെ ചൊറുക്കും പിന്നെ അതിന്റെ മോടിയും അതിന്റെ ഭംഗിക്കും കിതാബ് എത്ര എഴുതിയിരിക്കുന്നത്. അപ്പൊ അതാണ് ഈ മൂഢമായ അന്ധമായ അല്ലെങ്കിൽ അവരുടെ വൃത്തത്തിൽ നിന്നുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ആ അറിവുകൾ വെച്ചുകൊണ്ട് ഖുർആനിനെ വ്യാഖ്യാനിച്ചപ്പോൾ അങ്ങനെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളൂ. അവിടെ നിന്നുകൊണ്ടേ ഖുർആനിനെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് അതേ വ്യാഖ്യാനവും അതേ ഇന്റർപ്രിട്ടേഷനും അതേ വ്യാഖ്യാനവും തന്നെ നമ്മൾ തുടർന്നു പോന്നാൽ ഈ ഖുർആനിന്റെ ആശയം പരിമിതപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഷംസും ഖമറും യൂസുഫിന് കീഴൊതുങ്ങുന്നത് കണ്ടു. അതാണല്ലോ അവിടെ ഭാഷയിൽ ഞാൻ പറഞ്ഞു റഅയ്തുഹും. നമ്മൾ പറയുന്നിടത്തേക്കാണ് തെളിവ്. റഅയ്തുഹാന പറയാം. ഈ സൂര്യനും ചന്ദ്രനുമാവുന്ന പിന്നെ മനുഷ്യരല്ലാത്ത പദാർത്ഥങ്ങളാണെങ്കിൽ അപ്പൊ പറയാം റഅയ്തുഹാന. ഭാഷ അറിയണ ആരോടെങ്കിലും നിങ്ങൾ ചോദിക്കാം. അപ്പൊ റഅയ്തുഹും, അവരെ ഞാൻ കാണുന്നു അവയെ ഞാൻ കാണുന്നു എന്നാണോ പറയുക എന്ന് നിങ്ങൾ ചോദിച്ചാൽ മതി. അവരെ ഞാൻ കാണുന്നു എന്ന് പറയണമെങ്കിൽ അവര് മനുഷ്യരാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഭാഷയും അവർ പറയുന്നതിലേക്കല്ല സപ്പോർട്ട്, അവർ പറയുന്നതിലേക്കല്ല പിന്തുണ. അവിടുത്തെ ഭാഷാപരമായ വ്യാഖ്യാനവും നമ്മൾ പറയുന്ന ആശയത്തിലേക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അനുകൂലിക്കുന്നത്. നേരെ മറിച്ച് ഈ പറയുന്ന സൂര്യനും ചന്ദ്രനും ഇവർ പറയുന്ന ഈ നക്ഷത്രവുമാണെങ്കിൽ എന്താ 11 നക്ഷത്രം? കോടാനുകോടി നക്ഷത്രങ്ങളില്ലേ, എന്താ 11 നക്ഷത്രം? അഹദ അഷറ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ഒരു സഹവർത്തിത്വത്തോടു കൂടി ജീവിക്കുന്ന ഇവരെന്നാണ് അതിൻ്റെ അർത്ഥം. അഷറത്തായിട്ട് ജീവിക്കുന്നു. അഷറത്തിന് സഹവർത്തിത്വം അർത്ഥം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളെ ഹദീസിൽ തന്നെ ഉണ്ടല്ലോ, ഹദീസിൽ തന്നെ ഉണ്ട് അഷറത്ത് എന്ന് പറഞ്ഞാൽ സഹവർത്തിത്വത്തോടു കൂടി ജീവിക്കാന്ന്. സാമ്പ്രദായിക മതക്കാരുടെ ഹദീസിൽ തന്നെ ഉണ്ട് അങ്ങനെ അർത്ഥം. 10 എന്നല്ല. അഷറത്ത് എന്ന് പറഞ്ഞാൽ സഹവർത്തിത്വം. ആശിറൂഹുന്ന ബിൽ മഅറൂഫി, നല്ല നിലക്ക് അവരോട് നിങ്ങൾ സഹവർത്തിക്കുക, പെരുമാറുക. ഖുർആൻ പറഞ്ഞത് ആശിറൂഹുന്ന, നിങ്ങൾ അവരോട് പെരുമാറുക ബിൽ മഅറൂഫി, നല്ല നിലക്ക്. അതാണ് അഷറത്ത്. 10 എന്ന് മാത്രമല്ല, 10 എന്നുണ്ട്. പക്ഷെ ഖുർആൻ കൗണ്ടിങ് അല്ല, ഖുർആൻ എണ്ണണ ഒരു കിതാബല്ല. ഖുർആൻ ഒരു പ്രത്യയശാസ്ത്രമാണ് പറയുന്നത്. അപ്പോൾ അത് ആശയ തലത്തിൽ തന്നെ പറയണം. 8 എന്നും 10 എന്നും 100 എന്നും 1000 എന്നും 2000 എന്നും 950 എന്നും പറയുന്ന കിതാബല്ല. 1000 പറഞ്ഞിട്ട് പിന്നെ 50 കുറയ്ക്കുക. എന്നാൽ 950 എന്നാണ് പറഞ്ഞൂടെ? 1000-ന് 50 കുറവാണ്. നോഹ നബി പ്രബോധനം ചെയ്ത കൊല്ലേ 1000-ന് 50 കുറവാണ്. എന്നാൽ 950 എന്നാണ് പറഞ്ഞൂടെ? അള്ളാഹ് നേരിട്ട് ഇങ്ങനെ വളഞ്ഞ പോക്ക് പിടിക്കണം. അപ്പൊ അവിടുത്തെ കൗണ്ടിങ് ഒന്നല്ല, ഇത് എണ്ണണ കിതാബൊന്നുമല്ല. വല്ല ഹദീസിൽ തന്നെ ഉണ്ട്, ഇനിമ്രാത്തുൻ വറജലും ഇമ്രാത്തുൻ, ഒരാണും പെണ്ണും തവാഫക്ക, അവർ രണ്ടുപേരും മുത്തഫക്കുൻ അലൈഹിയായി. മുദ്രാ വിവാഹത്തിനുള്ള ഹദീസാണ്. ഇഷ്ടം പോലെ കെട്ടാന്നില്ലേനും. ഇപ്പോഴത്തെ ഈ മൈസൂർ കല്യാണത്തിനെ വില വിമർശിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എന്തിനാ മൈസൂർ കല്യാണത്തിനെ വിമർശിക്കുന്നത്? കുറച്ച് ദിവസത്തിന് കൊണ്ടുപോയിട്ട് പിന്നെ ഇങ്ങോട്ട് കൊണ്ടുമാക്കിയിട്ട് ടി വിയിലൊക്കെ ഭയങ്കര പ്രശ്നമാക്കിയിട്ട് പറഞ്ഞു. വല്ല ഹദീസിൽ തന്നെയുള്ളതാണ് മുദ്രാ വിവാഹം. തൽക്കാലം പോയി കെട്ടുക കുറച്ച് ദിവസത്തിന്, പിന്നെ അവിടുന്ന് പോയപ്പോൾ കാര്യത്തോട്ട് പോരും. മുദ്രാ കല്യാണം എന്നാ ഈ മൈസൂർക്ക് എത്ര കുട്ടികളെ പെൺകുട്ടികളെ കൊണ്ട് കൊണ്ടുവന്നത് വേശ്യാവൃത്തിക്കും മറ്റേനൊക്കെ. അതിനെതിരെയൊന്നും പ്രതികരിക്കാൻ നമ്മുടെ സമൂഹത്തിനൊന്നും വകുപ്പില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരാണും പെണ്ണും മുത്തഫക്കുൻ അലൈഹിയായി. അശറത്തുൻ ഫീ സലാത്തി ലയാലിൻ, 3 രാത്രിയിൽ അവർ സഹവർത്തിത്വത്തോടു കൂടി ജീവിച്ചു. വല്ല ഹദീസിലാണ്. അഹബ, എന്നിട്ട് അവർക്ക് മഹബത്ത് കൂടുകയാണെങ്കിൽ യത്തസായത, പിന്നെയും ദിവസങ്ങൾ കഴിച്ചു കൊള്ളട്ടെ. ഔ യത്തതാറക്ക, അല്ലെങ്കിൽ പിരിഞ്ഞു പോയിക്കോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു അഷറത്തൊന്നില്ലേ നിങ്ങളെ ഹദീസിൽ തന്നെ ഉണ്ടോ നല്ല നിലക്ക് പെരുമാറുകയാണ്. അപ്പൊ നല്ല നിലക്ക് ഒരു യൂണിറ്റി ആയിക്കൊണ്ട് ജീവിക്കുന്ന ഈ സമൂഹവും ഇവിടുത്തെ സ്വേച്ഛാധിപതികളും അക്രമികളുമായ ആളുകളും എനിക്ക് ഒതുങ്ങുന്നത്
ഈ ഭരണ സംവിധാനത്തിന് കീഴൊതുങ്ങുന്നത് ഞാൻ സ്വപ്നം കാണുന്നു. സ്വപ്നം എന്ന് പറയുന്നത് അയാളുടെ ദീർഘവീക്ഷണം കാണുന്നു. അപ്പോഴാണ് ആ പിതാവ് പറഞ്ഞത്, യാ പുനയ്യ മോനയില തക്സുസുറിയാക്ക, നിന്റെ ഈ ചിന്ത, നിന്റെ ഈ വീക്ഷണം, നിന്റെ ഈ ദീർഘവീക്ഷണം നീ പറഞ്ഞു കൊടുക്കരുത്. ആർക്ക്? അല്ല യഹ്വത്തിക്ക, നിന്റെ സഹോദരങ്ങൾക്ക്. നമ്മൾ യഹ്വത്ത് എന്ന് പറയുന്നത് സ്വന്തം ഏട്ടനഞ്ചന്മാരല്ല. ഇന്നിവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇവർ പറയുന്നത് എന്താ യൂസുഫ് നബിനോടും സഹോദരങ്ങളോടും ഒറ്റ വാതിൽ കൂടി കിടക്കണ്ടെങ്കിൽ വിവിധ വാതിൽ കൂടി കിടക്കാൻ പറഞ്ഞത് എന്താണ് അറിയില്ല. വാതിലിന്റെ പിന്നിൽ കൂടി പ്രവേശിക്കാൻ പാടില്ല, വാതിലിന്റെ മുന്നിൽ കൂടി വരണമെന്ന് എന്താ പറയുന്നത്? ഒക്കെ ഈ വാതിലായിട്ട് കണ്ടപ്പോഴാണ്. എന്നപോലെ അവിടെ സ്വന്തം സഹോദരന്മാരായി കണ്ടപ്പോഴാണ് നിങ്ങൾ വ്യത്യസ്തമായ വാതിലുകളിലൂടെ പ്രവേശിക്കൂ എന്ന് പറഞ്ഞതിന്റെ യുക്തി എന്താണ് അറിയാത്തത്. എന്താണ് ആ വാതിലെന്ന് അറിയണം, എവിടേക്കാണ് ആ പ്രവേശിക്കാൻ പറയുന്നതെന്ന് അറിയണം. അപ്പോഴേ അതിലെ യുക്തി എന്താണെന്ന് അറിയുള്ളൂ. അല്ലാത്തടത്തോളം കാലം ഒരു വീട്ടിലേക്ക് കിടക്കുമ്പോൾ പല വഴി കൂടി ഇവരെന്താ എഴുതിക്കുന്നത്? നാഗൂറ് തട്ടണീനാണ്. 8-10 ഏട്ടനന്മാരിങ്ങനെ പോകുമ്പോൾ ആൾക്കാർ നോക്കിയിട്ട് നാഗൂറ് തട്ടാതിരിക്കാനാണ് വിവിധ വഴികളിലൂടെ പ്രവേശിക്കാൻ പറഞ്ഞിരിക്കുന്ന വ്യാഖ്യാനം. കുട്ടികളൊക്കെ പാടെ ഈ 8-10 എണ്ണത്തിനെ കാണുമ്പോൾ നാഗൂറ് തട്ടുള്ളൂ. അതേപോലെ വ്യാഖ്യാനേ എന്തിനാണ് വിവിധ വഴികളിലൂടെ പ്രവേശിക്കാൻ പറഞ്ഞതെന്നല്ലേ. ഇങ്ങനെ നീ നിന്റെ സഹോദരങ്ങളോട് നിന്റെ ഈ ചിന്ത പറയരുത്. പറഞ്ഞാൽ അവര് നിന്നെ അധികാരത്തിലും ഇവിടെ ഈ അധികാരത്തിൽ എത്താതിരിക്കാനുള്ള സർവ്വതന്ത്രങ്ങളും നിനക്കെതിരിൽ അവർ പ്രയോഗിക്കും. അതുകൊണ്ട് നിന്റെ ഈ സമൂഹത്തിലെ മറ്റാളുകളോട് നീ ഇത് പറഞ്ഞു പോകരുത് എന്ന് യൂസുഫ് നബിനോട് ആ രാഷ്ട്രത്തിന്റെ ആ സമൂഹത്തിന്റെ നായകൻ ഉപദേശിച്ചു. അപ്പൊ യക്കീദുലൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന ശൈത്താനാ, കാരണം ശൈത്താൻ ഈ ഇഹ്വത്താണ് ശൈത്താൻ, മനുഷ്യനാണ് ശൈത്താൻ. വളരെ വ്യക്താണത്. കാരണം ശൈത്താൻ. അപ്പൊ ആരാ ശൈത്താൻ? ഇഹ്വത്തിനോട് നിന്റെ സഹോദരങ്ങളോട് പറയരുത്, കാരണം ശൈത്താൻ. കാരണം ആ സഹോദരന്മാരിൽ ഏതെങ്കിലും ശൈത്താൻ ഉണ്ടാകും. മനുഷ്യരിലാണ് ശൈത്താൻ എന്നല്ല. 1000 തെളിവാണ് നിങ്ങൾക്ക്, 1000 തെളിവ് ഞാൻ തരാം. മനുഷ്യരിലാണ് ശൈത്താൻ. കാരണം നിന്റെ സഹോദരങ്ങളോട് നീ ഇത് പറയരുത്. സ്വന്തം ഏട്ടനഞ്ചനന്മാരല്ല, ഈ സമൂഹത്തിൽ നിന്റെ സഹോദരൻ. അതാ ഞാൻ പറഞ്ഞത്, അഹാഹും ആദിലേക്ക് അവരുടെ അഹനെ ഹൂദിനെ ഞാൻ വിട്ടു, സമൂദിലേക്ക് അവരുടെ അഹ് സഹോദരനെ സാലിഹിനെ ഞാൻ വിട്ടു. സമൂഹത്തിന്റെ ഒരു ഭാഗം എന്നുള്ള അർത്ഥത്തിനാണത്. അതാണ് അഹ്, അല്ലാതെ നിന്റെ സ്വന്തം ഏട്ടനും അഞ്ചനും അല്ല. എന്തെങ്കിലും മനസ്സിലാക്കാത്ത നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അവർക്ക് സ്വന്തം ഏട്ടനും അഞ്ചനും അല്ല. അതിനാണ് ഞാൻ 2 ആയത്ത് ഉദാഹരണം പറഞ്ഞത് നിങ്ങൾക്ക്. ആദിലേക്ക് അവരുടെ അഹനെ ഹൂദിനെ ഞാൻ വിട്ടു. ആകെ ഏട്ടൻ ഒരു വാപ്പാടെ 8-10 മക്കളിലേക്ക് യഹൂദിനെ വിട്ടു എന്നല്ല, ഒരു രാജ്യത്തേക്ക് അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ആളെ വിട്ടു എന്നാണ് അർത്ഥം. അതാണ് യഹ്വത്ത് അഹ്. അതുകൊണ്ട് നിന്റെ സഹോദരങ്ങളോട് നീ ഇത് പറയരുത്. അവർ നിനക്കെതിരിൽ തന്ത്രം പ്രയോഗിക്കും, കുതന്ത്രങ്ങൾ പ്രയോഗിക്കും. കാരണം ശൈത്താൻ, ഇന്ന ശൈത്താനാ, കാരണം ശൈത്താൻ. കാരണം അവരിൽ ഏതെങ്കിലും ശൈത്താന്മാരുണ്ടാവും. അതാണ് മനുഷ്യന്മാരുടെ ഇടയിലായി ശൈത്താൻ. ഈ ശൈത്താനെ തെരഞ്ഞ് നടക്കുകയാണ്. എവിടെ ഈ ഗവൺമെന്റ് എവിടെ നിന്ന് നേരം വെളുക്കും? ഈ ശൈത്താനെ തെരഞ്ഞ് നടക്കുകയാണ് പാതിരാക്ക്. ഞാൻ ചോദിച്ചു, ഈ ശൈത്താൻ എത്ര ദുർബലനാണ് ഈ ശൈത്താൻ? ഇടിയും മിന്നലിൽ നിന്നും ഈ ശൈത്താൻ രക്ഷപ്പെടും. ജിന്ന് ശൈത്താനെ ഉൽക്കകളിൽ നിന്ന് രക്ഷപ്പെടും. മുബരൊന്നും ബാധിക്കൂല. ഇതിന്നൊക്കെ രക്ഷപ്പെട്ടു വരുന്ന ശൈത്താൻ ജിന്ന് ശൈത്താൻ. പ്രകൃതിയിലെ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നു, സുനാമിയിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നു. പക്ഷേ ചുടുവെള്ളത്തിൽ നിന്ന് മാത്രം രക്ഷപ്പെടാൻ ഈ ജിന്നിന് കഴിയില്ല. ചുടുവെള്ളം ഒഴിക്കരുത് ജിന്നിന്റെ മേത്തോട്ട്. ചുടുവെള്ളം ഭയങ്കര പ്രശ്നമാണ്. വണ്ടി റിവേഴ്സ് എടുത്താൽ പ്രശ്നം, തേങ്ങട്ടാ പ്രശ്നം, ബെഞ്ചിറക്കിയ പ്രശ്നം. ബാക്കി പ്രകൃതിയിലെ ഒരുപാട് പ്രപഞ്ചത്തിൽ ഒരുപാട് അപകടങ്ങളെ തരണം ചെയ്ത് ഈ ജിന്ന് രക്ഷപ്പെട്ടു വരുന്നുണ്ട്. ഇവർ പറയുന്ന ജിന്ന്. പക്ഷേ ഈ ജിന്ന് വളരെ ദുർബലനാവുന്ന ഒരു നിമിഷമുണ്ട്. ചൂടുവെള്ളത്തിന്റെ മുന്നിൽ, തേങ്ങയുടെ മുന്നിൽ, അവിടേക്ക് ഈ ജിന്ന് വളരെ ദുർബലമായി പോകുക. അതിനെ അതിജീവിക്കാൻ കഴിയില്ല. പെണ്ണിനെ കണ്ട ഈ ജിന്നിന് പ്രശ്നം. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വിശ്വാസപ്രകാരമാണെങ്കിൽ ഒരാൾ ഗൾഫിൽ പോയി 2 കൊല്ലം കഴിഞ്ഞ് അവനവൻ്റെ ഭാര്യയ്ക്ക് ഗർഭം ഉണ്ടായാൽ പ്രശ്നമില്ല. കാരണം ഇവന്റെ രൂപത്തിൽ ജിന്ന് വന്നിക്കാണ്. പറയാൻ പറ്റൂലല്ലോ. സ്വന്തം കുട്ടിയുടെ പിതൃത്വം പോലും സംശയിക്കുന്ന അവസ്ഥയിലേക്ക് ഈ സമൂഹത്തിന് വിശ്വാസപരമായി വന്ധീകരിച്ചിട്ട് എന്ത് കിട്ടുന്നു ഈ പുരോഹിതന്മാർക്ക് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വിശ്വാസപരമായി, ആശയപരമായി ഈ സമൂഹത്തിനെ മുഴുവൻ വന്ധീകരിക്കുകയാണ്. സക്കരിയ പറഞ്ഞില്ലേ, എന്റെ ഇമ്രാത്ത് വന്ധ്യമായി കൊണ്ടിരിക്കുകയാണ്, എന്റെ സമൂഹം വന്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ആശയപരമായി വന്ധീകരിക്കപ്പെട്ട ഒരു സമൂഹത്തിന് എങ്ങനെ രക്ഷ കിട്ടുമെന്നാണ് നിങ്ങൾ പറയുന്നത്? എങ്ങനെ മോചനം കിട്ടും? പ്രയാസമാണ്. എന്ത് ഗുണമാണ് ഈ വിശ്വാസം ഈ സമൂഹത്തിൽ പ്രചരിപ്പിച്ചിട്ട് നാശമല്ലാതെ? എന്ത് ഗുണം കിട്ടി? നിങ്ങൾ പറയും. ഒരു ജിന്നിന്റെ വിശ്വാസം ഇവിടെ പ്രചരിപ്പിച്ചിട്ട് സമൂഹത്തിന് എന്ത് നേട്ടം കിട്ടി? ഒരു നേട്ടം നിങ്ങൾ പറയും.
ഒരു നേട്ടവും കിട്ടിയില്ല. ദുർബലരായ, അസ്വസ്ഥരായ, പ്രകൃതിയിൽ കാണുന്ന എന്തിനേയും ഭയപ്പെട്ട് നടക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു ജനതയെ മുഴുവൻ വന്ധീകരിക്കപ്പെട്ട് നശിപ്പിച്ചു കളയാനല്ലാതെ ഇതുകൊണ്ടൊരു പ്രയോജനവും ഈ സമൂഹത്തിന് കിട്ടിയിട്ടില്ല. ഈ വിശ്വാസമാണോ ശരിയെന്ന് നമ്മുടെ സഹോദരങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ട് ശരിയിലേക്ക് നമ്മൾ എത്തുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്.